കരങ്ങൾ ഉയർച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാതെ എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. ദൈവ സന്നിധിയിൽ നമ്മൾ എത്ര ഇരുന്നാലും മതി വരില്ല. നമ്മുടെ പ്രാർത്ഥന മുറിയിലാണെങ്കിലും ആലയത്തിനകത്താണെങ്കിലും നമ്മൾക്ക് മതി വരാത്ത ഒരു ആത്മസാന്നിധ്യം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികം ഇല്ലെങ്കിലും നമുക്ക് ഈ ലോകത്തിലുള്ള ഒന്നുമില്ലെങ്കിലും അതിൽ വലിയ സമാധാനം നമ്മുടെ കൂടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു വന്നിരുന്ന കാര്യങ്ങളെ കുറിച്ച് ആരെങ്കിലും റിവൈസ് ചെയ്യുന്നുണ്ടോ? അതെ, നമ്മൾ ഏത് തോട്ടത്തിൽ നിന്ന് തുടങ്ങി 9 ക്ലാസ് നമ്മൾ കഴിഞ്ഞപ്പോൾ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? ലാസ്റ്റ് ക്ലാസ്സിലെ ജഡത്തിന്റെ പ്രവൃത്തികൾ 2 ദിവസം പഠിച്ചു. ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ ജഡം എങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, പ്രവർത്തിക്കാം. അതെ, അപ്പൊ നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകണം, ജഡത്തെ മരിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു. പക്ഷെ ജഡം എന്ത് ചെയ്യില്ല. പുള്ളി 35 വയസ്സുമായിട്ട് പുള്ളി ഇങ്ങനെ എൻജോയ് ചെയ്തൊക്കെ നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ പുള്ളിയെ മരിപ്പിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. അപ്പോ നമ്മുടെ ഈ ജഡത്തിനകത്ത് ജഡത്തെ മരിപ്പിക്കുന്ന ഒരു ശക്തി വരണം. ഹലോ, ഒരു മോട്ടോർ പ്രവർത്തിക്കണമെങ്കിൽ മോട്ടോർ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് രാവിലെ ടാങ്കിൽ എന്ത് ചെയ്യില്ല, വെള്ളം വരില്ല. അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തി കരണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജഡത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തി എവിടെ വരണം? നമ്മുടെ ജഡത്തിലേക്ക് വരണം. അപ്പൊ ജഡത്തിലേക്ക് വരുമ്പോ എന്താണ് ആ കരണ്ട് പാസ് ചെയ്യുന്നതിന്റെ തടസ്സം? ഒരു മോട്ടറിന്റെ പ്രവർത്തനത്തിന് ആ കരണ്ട് നമ്മൾ എത്ര പ്ലഗ് സ്വിച്ച് ഓൺ ആക്കിയിട്ട് എന്ത് വരുന്നില്ല, വെള്ളം വരുന്നില്ല. അപ്പൊ അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അപ്പൊ കാരണം തപ്പിയുള്ള പോക്കാണല്ലോ. ജഡത്തെ കൊണ്ട് 9 ദിവസം കൊണ്ട് മരിപ്പിക്കാൻ നോക്കിയിട്ട് പുള്ളി സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അതിന്റെ കാരണം തപ്പി പോവാണ്. എത്ര പേര് എന്റെ കൂടെ ഉണ്ട്? ഞാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കുവാൻ ഹൃദയത്തിൽ ഞാനിങ്ങനെ ആഗ്രഹിച്ച് ഉറങ്ങാൻ കഴിയുള്ളവർക്ക് അല്ലെങ്കിൽ പറഞ്ഞു ജഡത്തെ മരിപ്പിക്കും. ജഡത്തിന്റെ പ്രവൃത്തികൾ ഗലാത്യ ലേഖനത്തിനകത്ത് ഇന്ന് ദൈവദാസനെ ഒന്ന് ടച്ച് ചെയ്തു പോയി. ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഇടയാക്കുന്ന ഒരു വസ്തുവാണ് ഈ ജഡം. ഹല്ലേലൂയ. ഈ ജഡം എന്ന് പറയുന്നത് നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങളെ ഒരുക്കുന്ന ഒരു തലമുണ്ട്. ഇന്നിപ്പം അപ്രതീക്ഷിതമായിട്ട് സെക്രട്ടറി തീർന്നു ഒരു ആശംസ അങ്ങനെയാണ്. ഹല്ലേലൂയ. അടുത്തത് വരുന്ന ആൾക്കാർക്കായിരിക്കും, മനുവായിരിക്കും. അങ്ങനെ സ്നേഹിക്ക് കിട്ടും, അനുവിന് കിട്ടും, നിത്യക്ക് കിട്ടും. പ്രതീക്ഷിക്കാത്ത സമയത്ത് വാസു പറയും നിജി മുമ്പോട്ട് വന്നിട്ട് ചെയ്യാം 5 മിനിറ്റ് ബോധിപ്പിക്കാം. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ജഡത്തെ കുറിച്ചും ഇന്നലെ നമ്മൾ ചെയ്തതിനെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നത് ചിന്ത. അങ്ങനെയല്ല, ഓരോ ദിവസവും നമ്മൾ പുതുക്കപ്പെട്ട അനുഭവത്തിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ, പിതാവിന് മക്കളെയോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയോ രക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആരും അവരെ കാത്തു നിന്ന് ക്ലാസ്സിൽ വരാനും ചെയ്യരുത്, വൈകരുത്. നിത്യങ്ങനെ ആദ്യം ഹാജർ വെക്കുന്ന ടീമാണ്. ഇല്ലമാൻ്റെയും നിത്യ ശ്യാമളാൻ്റെയൊക്കെ ബിസിയാൻ്റെയൊക്കെ ആദ്യം. ഇന്നാണെങ്കിൽ ഒരാൾ ആദ്യം പഞ്ച് ചെയ്യാൻ വേണ്ടി വന്നു. അന്ന് മീറ്റിംഗ് 6:30 റോഡിൽ നിൽക്കണം. ആദ്യം ഞാൻ പഞ്ച് ചെയ്യും, എന്നെ ഒന്ന് പൊക്കി പറഞ്ഞേക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പൊക്കി പറയുന്നില്ല. അതുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികൾക്കകത്ത് നമ്മൾ കടക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, ജഡത്തെ മരിപ്പിച്ചു എങ്കിൽ ഹല്ലേലൂയ ജഡത്തിന് ഫസ്റ്റ് ടാർഗറ്റ് കൊടുക്കണം. ജഡത്തിന് കൊടുക്കണം ഫസ്റ്റ് ടാർഗറ്റ്. ഒരു ജോലിയിലും ഞങ്ങൾ മനോഹരനെ പോലെ തന്നെ 10-12 പേര് ഞങ്ങളുടെ കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു ടാർഗറ്റ് കൊടുക്കും. മനോഹർ ഇടുക്കി എറണാകുളം ടാർഗറ്റാണ്, പക്ഷെ ബാക്കിയുള്ളവർക്ക് അവരവരുടെ ജില്ലയിലെ ടാർഗറ്റാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു ടാർഗറ്റ് ആർക്ക് കൊടുക്കണം? ജഡത്തിന് കൊടുക്കണം. ഇവൻ നന്നായോ എന്ന് എന്ത് ചെയ്യണം? അതിന് ചില പ്രവർത്തികൾ ഈ ജഡത്തെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതൊരു പ്രശ്നമുണ്ട്. എന്ത് ചെയ്ത പുള്ളി തീരാ, എന്ത് ചെയ്ത ഈ പുള്ളി സമ്മതിക്കത്തില്ല. ഈ പുള്ളി ഞാൻ 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 എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കും. അപ്പൊ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ക്ഷമിക്കുക. ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്ന സംഗതിയാണ്. ആരോടെങ്കിലും ദേഷ്യമുള്ളവർ ദൈവം
ആരോടാകുമ്പോ ദേഷ്യം? പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധിക്കാതെ കൈപൊക്കി എങ്ങനെ ഇരിക്കും? നശിമാരോടാണ് ദേഷ്യം. ദേഷ്യം മനുഷ്യനെല്ലാവർക്കും ഉണ്ട് കേട്ടോ. നമ്മളിലെല്ലാം ദേഷ്യം അടങ്ങിയിട്ടുണ്ട്. യേശുവിനുണ്ടായിരുന്ന ദേഷ്യം അവൻ ചാട്ടമാരോടൊപ്പം എന്ത് ചെയ്തു? അടിച്ചു. വാങ്ങുന്നവരും വിൽക്കുന്നവരും, വാങ്ങിക്കാൻ വന്നവരും കിട്ടി, വിൽക്കാൻ വന്നവരും കിട്ടി, ചാട്ടവാറിന് അടിച്ചു. യേശുവിന് അത് ചെയ്യാൻ പാടുണ്ടോ? നിങ്ങളൊരു ദൈവദാസനല്ലേ, നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ? ദേഷ്യപ്പെടാം, പാപം ചെയ്യരുത്. നിങ്ങൾ കോപിക്കുമ്പോൾ പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിപ്പിക്കും. അല്ലല്ലോ, ജഡം എന്ന് പറയുന്ന ശരീരം എന്ന് പറയുന്ന വ്യക്തിക്ക് ജഡമുണ്ട്. ദേഷ്യം വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? വീട്ടിൽ പറയുന്ന അന്യഭാഷം ചെയ്യും, പറയും. ചർച്ച വേറെ അന്യഭാഷയാണ്, വീട്ടിൽ വേറെ അന്യഭാഷയാണ്. ഈ അന്യഭാഷയ്ക്കകത്ത് നിന്ന് നമ്മൾ അതിനോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ ദേഷ്യത്തിനകത്ത് നമ്മൾ വിളിക്കാൻ ഒരു അതിഥി വന്നു. ആ അതിഥിയുടെ പേരാ പാപം. അപ്പന് മക്കളോട് ദേഷ്യപ്പെടാം, മക്കൾക്ക് അപ്പനോടോ പാടില്ല. ദേഷ്യപ്പെടാം, ദേഷ്യം ആർക്കും പെടാം. യേശു അടിച്ചപ്പോ പ്രായത്തിൽ മൂന്ന് നോക്കിയാണ് അടിച്ചേ? അല്ലെന്ന്, വാങ്ങുന്നവനെല്ലാം കൊടുത്തു, അവിടെ നിന്ന് വിറ്റവനും കൊടുത്തു. എന്റെ 30 വയസ്സിന് മേലുള്ള ഒരു 200 പറഞ്ഞാണ് അടിച്ചേ? അല്ലെന്ന്, കൊടുത്തു. അതിനർത്ഥമല്ല. എന്നർത്ഥം എന്താ? യേശു ദേഷ്യപ്പെട്ടിട്ടുണ്ട്. യേശു തന്റെ ശിഷ്യന്മാരെ കുറിച്ച് തന്നെ അവരോട് ദേഷ്യം വന്നിട്ടുണ്ട്. അവരോട് കാര്യം പറഞ്ഞിട്ട് ഇവര് ഗ്രഹിക്കാതെ വരുമ്പോ യേശു അവരോട് എന്ത് ചെയ്യുന്നുണ്ട്? തർജ്ജനം ചെയ്ത് പറയുന്നുണ്ട്. അവിടെയൊക്കെ കോപം കാണാം, പക്ഷെ കോപത്തിനകത്ത് പാപമില്ലായിരുന്നു. അതാ യേശുവിന്റെ പ്രത്യേകത. നമ്മൾ കോപം വന്ന ആന മലയിറങ്ങി വരുന്നത് പോലെ എതിലേ വന്നതെന്ന് കൃത്യമായിട്ട് കാണാം, അല്ലേ? എതിലെയാണ് ആന ഇറങ്ങി വന്നതെന്ന്? ആന മല ഇറങ്ങുന്നുണ്ടോ? ഇരുന്ന് ഇറങ്ങുന്നേ നിരങ്ങി പോരുക. ആ വന്ന വഴി എന്ത് ചെയ്യാം? കാണാം. നമുക്ക് കോപം വന്ന അങ്ങനെ വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പേ അടുക്കളയിലെ പാത്രം അവിടെ കിടക്കുന്നു. നമ്മുടെ മുറ്റത്ത് കാണും. ഇതൊക്കെ പെറുക്കിക്കൊണ്ട് നമ്മൾ വരുക. സഹോദര എല്ലാവരും ഉണ്ടോ? നമ്മളതിനെ കോപിച്ച് ഇങ്ങോട്ട് വരുമ്പോ പാസ് നേരെ ഫ്രണ്ടില് അത് പാസ് വന്ന് നിർത്താം. പാസ് വന്നു നിർത്താം. ഈ കലാപരിപാടി പാസ് പോയ ശേഷം കോപം വന്നു കഴിയുമ്പോ ആള് മാറിയതുപോലെ ആകുന്നതിനകത്ത് ഒരു പൈശാചിക ശക്തിയുണ്ട്. എന്റെ കൂടെ ഉണ്ട്. ആമേൻ. എന്റെ പപ്പയും മമ്മിയും എന്റെ മോളുടെ കുഞ്ഞിനോട് സോറി പറയും. ഹലോ, എത്ര പേർക്ക് മനസ്സിലായി? അഭികുട്ടനൊരു തെറ്റ് ചെയ്താൽ സോറി പറയാനുള്ള മനസ്സ് അപ്പനുണ്ടെങ്കിൽ അതാണ് താഴ്മ. നാളെ സരിഭാസ് പ്രസംഗിക്കണ്ടെന്ന് പറയരുത്. പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പറഞ്ഞ ചർച്ചയായി. ഞാനെന്ത് ചെയ്യും? ഇന്നൊരാൾ എന്നോട് പറഞ്ഞ് എവിടെ പോയാലും ഞങ്ങളെ വിട്ട് പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അനുസരിക്കണം. ആമേൻ. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഞാൻ ഈ വചനം പറയുമ്പോൾ ഞാനും പഠിക്കുകയാണ്. ആമേൻ. ഞാൻ എന്റെ ജീവിതത്തിൽ ആരോടും ദേഷ്യം വെച്ചുകൊണ്ടിരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. പിണക്കം വെക്കാറില്ല. ആരൊക്കെ പോയില്ലെങ്കിലും പോകാത്ത വീട്ടിൽ പോകുന്ന ആളാണ് ഞാൻ. അവരുടെ വീട്ടിൽ പോലും ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. ഇടയ്ക്ക് ഒരു 4-5 വർഷമായിട്ട് ഇങ്ങനെ പോയിട്ടും ഇവർക്കൊരു രൂപാന്തരം ഇല്ല. നമ്മളിങ്ങനെ പോയിട്ടും ഇവരിൽ ആ രൂപാന്തരം കാണുകയോ അവർ മനസ്താപപ്പെടാനോ ഒരുങ്ങാത്തത് കൊണ്ട് ഇപ്പൊ ഞാൻ കേറാറില്ല. ഹലോ, ഞാൻ അവിടെ കേറാറില്ല. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നില്ല, നേരെ വരുന്നില്ല. ഇവർ നമ്മുടെ റൂട്ടിലേക്ക് എത്തുന്നില്ല. ഇവർ മറ്റുള്ളവരുമായി സഹകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെ നമുക്കൊന്നും എന്തില്ല, ചെയ്യാനില്ല. നമുക്ക് ഹായ് ഹലോ ഹലോ എന്താണ് വിഷയം, സുഖം, മക്കളൊക്കെ എന്ത്, ഇത്രയൊക്കെ നമുക്ക് ചോദിക്കാനുള്ളൂ. നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് അവരോട് മനസ്സുകൊണ്ട് പറയാൻ നമുക്കെന്തില്ല. അവരുടെ വിശേഷങ്ങൾ നമ്മൾ പോയി ചോദിച്ചാൽ ഇവരോട് എന്തില്ല. ഞാൻ മാത്യുവങ്ങളുടെ വീട്ടിൽ വരിക, ശ്യാമാന്റെ വീട്ടിൽ വരിക, നിങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യം എന്നോട് പറയാൻ മനസ്സില്ലെന്ന് 2 പ്രാവശ്യം എനിക്ക് തോന്നിയാൽ 3ാമത് ഞാൻ ചോദിക്കൂ? ഇല്ല. ദൈവസ്നേഹം അങ്ങനെ വെളിപ്പെടുന്നത്. നമ്മൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം നമ്മൾ വന്നിട്ടും നമ്മളെ മൈൻഡില്ല, നമ്മളോട് സഹകരിക്കുന്നില്ലെന്ന് തോന്നിയാൽ സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യില്ല, നമ്മൾ പോവില്ല. സ്ഥിരമായിട്ട് കാണുന്ന ഒരാളുടെ കയ്യിൽ പാല് മേടിച്ചോണ്ടിരുന്നു, ആ പാല് എന്തില്ല, ഒരു ദിവസം ചെന്നപ്പോ തന്നില്ല, അതുകൊണ്ട് ഒരു ചെറിയ കണക്കം. അത് മനുഷ്യ സഹജമാണ്, മനുഷ്യന്റെ ശരീരത്തിലുള്ളതാണ്. പക്ഷെ നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ഷമയുടെ ആടെ ഈ പാല് തരാത്തോട് ക്ഷമിക്കുന്ന കാര്യമല്ല. മനസ്സിലായി? നമ്മൾ ഭർത്താവുമായിട്ട് പിണങ്ങി ഇരുന്നിട്ട് അച്ഛൻ സോറി എന്ന് അതല്ല, അതുണ്ടെന്ന്. അത്
വഴക്ക് കൂടിയാൽ എന്ത് ചെയ്യും? ചില സമയത്ത് ഞാനും ഡ്രസ്സൊക്കെ വഴക്ക് കൂടി. ഞാൻ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നതിനൊക്കെ മുമ്പ് ഞാൻ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മാസം വരെ ഞാൻ ഉണ്ടായിരുന്നുണ്ട്. എത്ര സന്തോഷമുണ്ട്. അറിയുന്നത് ഈ പുള്ളി ഇവിടെ ഇതൊന്നും പറയാനെന്തില്ല, യോഗ്യത ഇല്ല. യോഗ്യത ഇല്ലാത്ത ആളാണ് ഞാൻ. പക്ഷെ എന്നെ യോഗ്യനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു അയോഗ്യതയെ യോഗ്യത. ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരാളാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ ഞാൻ എന്റെ ചെവി കൊടുക്കുന്നെങ്കിൽ അതെനിക്ക് നിങ്ങളോട് പറയട്ടെ. അപ്പം ഞാൻ എന്നെ വിശുദ്ധനായിട്ട് ഞാൻ സ്റ്റേജെ കണ്ടിട്ട് ഇരിക്കരുത്. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു പാപികളിൽ ഒന്നാമനാണ്. പൗലോസ് പറയുകയാണ്, പാപികളിൽ നിങ്ങളൊന്നും പാപം ചെയ്തല്ല, പക്ഷെ ഞാനെന്താ പാപി. പൗലോസ് പറയാണ്, ഞാൻ ഒന്നാമനാണ്. ആ തമ്മിൽ അങ്ങനെ വേണം. ചില ശ്രേഷ്ഠത ഈ ക്ഷമ വരുമ്പോ കട്ടാവും. ക്ഷമിക്കണമെന്ന് പറയുന്ന സ്ഥാനത്ത് ഈ ശ്രേഷ്ഠത എന്ത് ചെയ്യും? കട്ടിയും. തന്നെ പോലെ തന്നെ അയൽക്കാരെ സ്നേഹിക്കണം. അവിടെ ക്ഷമ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അയൽക്കാരോട് ക്ഷമിക്കാത്ത എന്തെങ്കിലും ഒരു ഭാഗമുണ്ടെങ്കിൽ അയൽക്കാരെ തന്നെ പോലെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പൊ ഇതിന്റെ തടസ്സം ഏതാണ്? ആ റൂട്ടിന്റെ തടസ്സം ഏതാണ്? ക്ഷമയാണ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് പിശാചിന് ഇഷ്ടമില്ലാത്ത സംഗതി. ഇത് പറയാനുണ്ടോ? എനിക്ക് രണ്ടു പേരോട് ക്ഷമിക്കാനുണ്ടോ? അല്ലേ? ക്ഷമിച്ചോ. ഇത് കഴിഞ്ഞിട്ട് അവരോടൊക്കെ ഫോണിൽ വിളിച്ചിട്ട് പറയണം, യേശുവിന്റെ നാമത്തിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറയുന്നു, വിടുതൽ നമ്മളെ വീടിനകത്ത് കണ്ടിരിക്കും. ആമേൻ. നമ്മൾ ചില തടസ്സങ്ങൾ, ചില അനർത്ഥങ്ങൾ വരുന്നത് കണ്ട് നമ്മളത് മനസ്സിലാക്കി നമ്മൾ ദൈവവചനത്തിന്, ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാതെ മുമ്പോട്ട് പോയാൽ അനർത്ഥം വന്നതിന് ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ല. തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിനു മുമ്പ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ചിലർ പറയാറുണ്ട് എന്റെ റോൾ മോഡൽസ് എന്റെ പേരൻസ് ആണ്. ചിലർ പറയാറുണ്ട് ചില ഫിലിം സ്റ്റാർസ് ആണെന്ന് പറയാറുണ്ട്. ചിലർ പറയാറുണ്ട് സ്പോർട്സ് താരങ്ങളാണെന്ന് പറയാറുണ്ട്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ റോൾ മോഡൽ യേശു കർത്താവായിരിക്കണം. അവൻ ക്ഷമിച്ചോ. പിന്നെ അവന്റെ അവസാന തുള്ളി രക്തം ആ ശരീരത്തിൽ നിന്ന് ഒലിച്ചു പോകുന്നത് വരെ ആ അടുത്ത് കിടന്ന കള്ളനോട്, ഒരു രീതിയിലും മിണ്ടാൻ കൊള്ളാത്തവനോട് ആ ക്രൂശെ കിടന്ന് അവൻ ക്ഷമിച്ചു. ഇന്ന് നീ എന്നോട് കൂടെ ആ സ്നേഹത്തിന്റെ ആഴം ക്രൂശിൽ കാണിച്ചു തന്നിട്ട് പോയ യേശു പറയുക, ക്ഷമിക്കണം. അവിടെ ഞാനില്ല, ഞാനെന്ന വ്യക്തിയില്ല. ഹല്ലേലൂയ. അവിടെ ഒന്നേ ഉള്ളൂ. എന്താ? താഴ്മ. പറ്റില്ല. അത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാതെ. എന്റെ പെണ്ണുകൾ കൃപ പറയും, കുശുമ്പള കൊടുക്കില്ല. ചെറുപ്പം തൊട്ടേ വളർന്ന അവൾ ആരോടും വന്ന് കുശുമ്പൂത്തില്ല. പക്ഷെ അവളോട് ആരെങ്കിലും കുശുമ്പൂത്തിയ വിട്ടുകൊടുക്കില്ല, പ്രതികരിക്കില്ല. ഇവിടെ അത് മറക്കത്തില്ല. ഞാനത് ക്ഷമിക്കും, പക്ഷെ മറക്കത്തില്ല. അവൾ ഇപ്പോഴും വേണമെങ്കിൽ 10 കൊല്ലം മുമ്പ് നടന്ന സംഭവം പറയും. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലാസ്സിലൊക്കെ കേൾക്കണം. അപ്പൊ പാസ കുടുംബം എന്ന് പറയുന്നത് എന്തല്ല, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബോളല്ല നിങ്ങളുടെ മുമ്പിൽ. അത് വിചാരിച്ച് എന്റെ മുമ്പിൽ വന്ന ആരും എന്ത് ചെയ്യണ്ട, ഇരിക്കണ്ട. ദൈവം മുകളിൽ നിന്ന് എന്തെങ്കിലും തന്നാൽ മാത്രം നിങ്ങൾക്ക് തരാൻ എൻ്റെ ഉള്ളൂ. ഹല്ലേലൂയ. ഈ കുറച്ച് ദിവസങ്ങൾ, മാസങ്ങളായിട്ട് ഞാൻ എന്നെ തന്നെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേ. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ക്ഷമയുടെ ലെവൽ പറയണം. ഒന്ന്, സാരമല്ലാത്ത വിഷയങ്ങളിലുള്ള ക്ഷമ. ഒന്ന്, ഒരു ആവശ്യവും ഇല്ലാത്ത വിഷയത്തിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് ക്ഷമിക്കുന്നത്. മനസ്സിലായി? ഞാൻ പോയി വഴക്കുണ്ടാക്കേണ്ട ഒരു കാര്യമില്ലെന്ന് അറിഞ്ഞിട്ടും പോയി വഴക്കുണ്ടാക്കിയിട്ട് ആ ക്ഷമ ചോദിച്ചു മേടിക്കുന്ന ആള്. അത് സ്നേഹം ചെയ്യാ, ചിരിക്കുക. ഒരാവശ്യമില്ലാതെ ഞാൻ പോയി ചോദിച്ചിട്ട് വഴക്ക് പറയും. വഴക്ക് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കും. ഞാൻ മിണ്ടാതിരുന്നിട്ട് പിന്നെ ആരോട് ക്ഷമ പറയണം? മനു വന്ന് ക്ഷമ പറയണം. സാരമായ വിഷയത്തിനകത്ത് ക്ഷമിക്കുന്ന ഒരു തലം. 2, ചില ദുരന്തങ്ങൾക്കകത്ത് ക്ഷമിക്കാൻ പറ്റാത്ത തലം. ഹലോ. ചില സംഭവങ്ങൾക്കകത്ത്, ചില അനർത്ഥങ്ങൾ സംഭവിച്ചത് മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല.
എന്നെ വേദനിപ്പിച്ച ഒരു തലം, ആ സംഭവം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, ഈ അനുഭവത്തിനകത്ത് നിന്നുകൊണ്ട് എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന മനസ്സാക്ഷിയോട്, ജഡത്തോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് അവിടെയും ഒരു ക്ഷമ കാണിക്കുവാൻ ജഡത്തെ മരിപ്പിച്ച വ്യക്തി തയ്യാറാകണം. മനസ്സിലായി? ഒന്നാമത് പറഞ്ഞെന്താ? സാരമല്ലാത്ത കാര്യങ്ങൾ, അല്ലേ? സാരമല്ലാത്ത കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ വഴക്കുണ്ടാക്കി ക്ഷമ ചോദിക്കുന്നു, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ. രണ്ടാമത് പറയുന്ന അനർത്ഥങ്ങൾ, സംഭവങ്ങൾ, ചില ദുരന്തങ്ങൾ, ചില പ്രവൃത്തികൾ കൊണ്ട് ചില സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. ആ പ്രവൃത്തി കാരണമാണത് ഉണ്ടായത്. അപ്പൊ അതിന് ആദ്യം പറഞ്ഞതിനെ കഴിച്ചുള്ള ആഴം കൂടുതലാണ്. ഇതിലൊക്കെ അപ്പുറം അത് വല്ലപ്പോഴുമേ ഓർക്കത്തുള്ളൂ. ഏത്? ഈ സംഭവങ്ങൾ. അവരെ കാണുമ്പോഴേ ഈ പുള്ളിയാണ്, ആ പുള്ളി അന്ന് എന്നോട്, അത് എപ്പോഴും എന്ത് ചെയ്യില്ല, നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യില്ല. ചില സംഭവങ്ങൾ അതിന് അനുകൂലമായി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഓർക്കുന്നത്. എന്നാൽ എപ്പോഴും നീറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതെന്താണെന്നറിയാമോ? ഹൃദയത്തിനേക്കുന്ന മുറിവ്. അതെന്ത് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളൊന്നും കണ്ടില്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അത് ഓർത്ത് എന്ത് ചെയ്യും? കരയും. ഒന്നും കരയാനില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് മനസ്സ് പറയണത് ഒരു കാര്യമുണ്ട്. അവൻ എന്ത് ചെയ്തില്ല, അവൻ നിന്നെ സ്നേഹിച്ചു. അവൻ എന്ത് ചെയ്തു? എന്റെ ഹൃദയത്തെ മുറിച്ചു. അതെന്ത് ചെയ്യാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റത്തില്ലെന്ന് എന്റെ മനസ്സെന്ത് ചെയ്തു? മുറിവേറ്റു. ആന്റി, മനഃപൂർവ്വം ക്ഷമിക്കണം. മരണം വരുത്തി വെക്കും. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഗുണം. എന്താ പറയാൻ കാരണം? ക്ഷമിക്കാത്ത പക്ഷം ഈ ജഡത്തിനകത്ത് പാപം കൊണ്ട് ഡംപ് ചെയ്ത് ഇത് വേറൊരു വ്യക്തിയായി എഴുന്നേറ്റ് നിന്നോ അവൻ പോരടിക്കുക. ആരോട്? ജഡരക്ഷങ്ങളോട്. നമുക്ക് പോരാട്ടമുള്ള ആരോടല്ല, ജഡരക്ഷങ്ങളോടല്ല. പക്ഷെ പിശാച് പറയുന്നു, നീ ജഡരക്ഷങ്ങളോട് പോരാടണം, നീ അതിനോട് എതിർത്ത് നിൽക്കണം. ദൈവം പറയുന്നു, അവൻ അകത്തും ഞാൻ ഭരിക്കുന്ന ദുരാത്മാവിനോടാണ് നിനക്കും എനിക്കും പോരാട്ടമുള്ളത്. ഇത് തിരിച്ചറിയുമ്പോഴാണ് ഈ ജനത്തിന്റെ അധിപതി ആരാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ചില വാക്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. വചനത്തിലൂടെയാണ് ഇന്നത്തെ ശുശ്രൂഷ കടന്നു പോകുന്നത്. വേഗത്തിൽ നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. ലേവ്യ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. വേഗത്തിൽ വായിച്ചാട്ടെ. ലേവ്യ പുസ്തകം 6:7. പഴയ നിയമകാലത്ത് പഴയ നിയമകാലത്ത് ഇപ്പൊ നമ്മളെല്ലാം വിശ്വാസികളാണ്, അല്ലെ? നിങ്ങളെല്ലാം സഭയിലേക്ക് വരുമ്പോ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു അകൃത്യ യാഗം എവിടെ ഉണ്ട്? അയ്യമ്പുഴ സഭയ്ക്കകത്ത്, ആലയത്തിനകത്തുണ്ട്. അപ്പം അകൃത്യ യാഗം കഴിക്കാൻ വരുന്ന ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ആ യാഗവസ്തുവും കൊണ്ട് എവിടെ വരണം? ആലയത്തിൽ വന്ന് പുരോഹിതന്റെ മുമ്പിൽ വന്ന് നിൽക്കണം. ഈ പുരോഹിതന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഈ യാഗം കഴിക്കുന്നത് ആരാണെന്ന് അറിയാമോ? അവനല്ല, പുരോഹിതനാണ്. മനസ്സിലായോ? പഴയ നിയമകാലത്ത് എന്ത് തെറ്റ് ചെയ്താലും എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ നമുക്ക് വേണ്ടി ഇടം നിൽക്കാൻ ഒരു പുരോഹിതനുണ്ടായിരുന്നു. വീണ്ടും അത് ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് ആയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അങ്ങനെ ഒരു പുരോഹിതൻ എവിടെയില്ല. സഭയ്ക്കകത്ത്, പള്ളിക്കകത്ത് നമുക്കിടയിലില്ല. ഒരു യാഗം കഴിക്കുന്ന പുരോഹിതൻ എവിടെയില്ല, നമുക്കിടയിലില്ല. അതുകൊണ്ട് നമ്മുടെ പാപം ഇനി എന്ത് ചെയ്യും? അതിനാണ് മഹാപുരോഹിതനായ യേശുവിന്റെ യാഗം ക്രൂശിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തേ? ഹല്ലേലൂയ. അവൻ യാഗമായി തീർന്നത്. ആ ഏകന്റെ യാഗത്താൽ നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാമെന്നാണോ? എന്നാൽ കൃപയുടെ സുവിശേഷകർ പറയുന്നത് ഇത് കൃപായുഗമാണ്. നിങ്ങൾക്ക് എന്തും കർത്താവ് എന്ത് ചെയ്തോളൂ? ക്ഷമിച്ചോളൂ. നീ രക്ഷിക്കപ്പെട്ടാണോ? അതെ. നീ സ്നാനപ്പെട്ടാണോ? അതെ. അനിവാര്യത്തിലുണ്ടോ? ഉണ്ട്. എന്നാ നീ എന്ത് ചെയ്തു? പാപവും ചെയ്തോ? കർത്താവ് എന്ത് ചെയ്തോളൂ? ക്ഷമിക്കുവോ? ഇല്ല. ആ ഉപദേശമാണ് തെറ്റ്. എന്നാൽ ഈ ജഡത്തിന് ഇഷ്ടമുള്ള ഉപദേശമാണ്, അല്ലേ?
അപ്പൊ ഞാനിവിടെ നിന്ന് പറയുകയാണ്, ഓ നിങ്ങൾ ഒന്ന് രണ്ടൊക്കെ കെട്ടുന്നെങ്കിൽ എന്ത് ചെയ്തു? കെട്ടിക്കോ. ആരോട് പറയാം? പുരുഷന്മാരോട്. നിങ്ങളോടല്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ പെണ്ണുങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾ എനിക്ക് സ്വർണ്ണം ഇടുന്നെങ്കിലോ, ഇനിയിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ പറയാമോ? സാധാരണ എന്താ ഇഷ്ടമുള്ളത്? എന്താ നിങ്ങൾക്ക് ഇഷ്ടം? ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആ സിനിമ കാണാൻ പൊക്കോ എന്ന് പബ്ലിക്കായിട്ട് ആലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? നിങ്ങളോട് പറയുകയെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്നാലും കുഴപ്പമില്ല, കർത്താവ് എന്ത് ചെയ്തോളൂ, ക്ഷമിച്ചോളൂ എന്ന് ഞാൻ പഠിപ്പിച്ചാൽ ഹല്ലേലൂയ, അത് കേൾക്കാൻ ജഡത്തിന് ഇഷ്ടം അല്ലേ? അല്ലേ? അതേന്നേ നാളെ സിനിമയ്ക്ക് പോകുന്നു വരുന്നോ ചർച്ചീന എന്ന് ചോദിക്കുന്നത് കേൾക്കാനാ ജഡത്തിന് ഇഷ്ടം. നാളെ ഒരു പ്രാർത്ഥന ഉണ്ട് വരുന്നോന്ന് ചോദിച്ചാൽ അന്ന് ഇല്ലാത്ത ട്യൂഷൻ ആരുണ്ടാക്കുന്നു? നശിമ ഉണ്ടാക്കും. അതുവരെ ഇതിലെ തുള്ളിച്ചാടി നടക്കുന്ന നശിമയ്ക്ക് അന്ന് ട്യൂഷൻ ഉണ്ട്. 4 മണിക്ക് പ്രാർത്ഥന 2 മണി വരെ ഉള്ളൂ, പക്ഷെ 4 മണിക്കൊരു ട്യൂഷൻ ഉണ്ട്. ജഡത്തിനെന്തല്ല? പ്രാർത്ഥന ഇഷ്ടമല്ല, ദൈവവുമായുള്ള ബന്ധം ഇഷ്ടമല്ല. ഇവിടെ പറയുന്നു, പഴയ നിയമകാലത്ത് തന്റെ അകൃത്യങ്ങളെ ചുമക്കുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. പാപക്ഷമ ആ യാഗത്തിലൂടെ ലഭിക്കുമായിരുന്നു. ആമേൻ. സെർമൺ ഫെയിലിയർ. ആമേൻ. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കി. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യം. നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ളവനാണ്. എന്നാൽ കേട്ടോളൂ, നിന്റെ അകൃത്യങ്ങളൊക്കെയും ആര് ക്ഷമിക്കും? നിന്റെ തെറ്റുകൾ, നിന്റെ പ്രവൃത്തികളൊക്കെ ആര് ക്ഷമിക്കും? കർത്താവ് ക്ഷമിക്കും. പക്ഷെ അവന് വേറൊരു സ്വഭാവം കൂടെ ഉണ്ട്. കുറ്റക്കാരനെ വെറുതെ വിടാതെ അവന്റെ മേല് അവന്റെ പിതാക്കന്മാർ ചെയ്ത അകൃത്യം അവന് ആദ്യം പറഞ്ഞെന്താ? അവന് ദീർഘക്ഷമയുള്ളവനാ, മഹാദയുള്ളവനാ, അകൃത്യം ക്ഷമിക്കുന്നവനാ. ഇന്ന് നമ്മുടെയൊക്കെ ചിന്ത എന്നാ? ദൈവം ദയുള്ളവൻ, ദൈവം അകൃത്യങ്ങളെ ക്ഷമിക്കുന്നവനാ, അവൻ ദീർഘക്ഷമയുള്ളവനാ. അതുകൊണ്ട് നമ്മളോടൊന്നും ദൈവം ചെയ്യില്ലായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ പണ്ടേക്ക് കൊണ്ട് നമ്മളെ തന്നെയുണ്ട്. അപ്പ ചെയ്ത് അപ്പ തന്നെ കിട്ടണ്ടേ? പക്ഷെ ദൈവം ചെയ്തില്ല, അനങ്ങിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദീർഘക്ഷമയുണ്ടോ. നേരത്തെ അങ്ങനെ വരുന്നത് അപ്പ ചെയ്ത് അപ്പം കിട്ടുമായിരുന്നു. ആലയത്തിനകത്തേക്ക് പുരോഹിതൻ അല്ലെങ്കിൽ യാഗപീഠത്തിനകത്തേക്ക് പുരോഹിതൻ വിശുദ്ധി ഇല്ലാതെ കയറിയാൽ അവരുടെ കാലയിൽ ഒരു ചെങ്ങലയുണ്ട്, അതേ പിടിച്ച് വലിക്കാനേ പറ്റത്തുള്ളൂ. ആ വിശുദ്ധിക്ക് അകത്തേക്ക് കയറാൻ ആ പുറത്ത് നിൽക്കുന്നവന് കയറാൻ പറ്റത്തില്ല. അപ്പം സ്പോട്ടിലടിയായിരുന്നു. എന്നാൽ പറയുകയാണ് ഇവൻ മഹാദയുള്ള കർത്താവാണ്. പക്ഷെ അവിടെ 2ാമത്തെ ഭാഗത്തിനകത്ത് പറയുന്നത് ശ്രദ്ധയോടെ വായിക്കണം. കുറ്റക്കാരൻ. ആരാണ് കുറ്റക്കാരൻ? പാപം ചെയ്തവനെ കുറിച്ചല്ലേ പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് നിന്റെ പാപങ്ങളൊക്കെ ഞാൻ മഹാദയുള്ളവനാണ്, മഹാക്ഷമയുള്ളവനാണ്, ഞാൻ ക്ഷമിക്കുന്നവനാണെന്ന് പറഞ്ഞത്. പക്ഷെ കുറ്റക്കാരൻ ആരാണെന്ന് അറിയാമോ? വീണ്ടും വീണ്ടും അറിയുന്ന തെറ്റിനെ വീണ്ടും ചെയ്യുന്നവനാണ് കുറ്റക്കാരൻ. അല്ലേ? മോഷ്ടിക്കുന്നത് എപ്പോഴും കുറ്റമാവുന്നേ? കാരണം നിനക്ക് മോഷ്ടിക്കരുതെന്നുള്ള വകതിരിവ് ഉണ്ടായിട്ട് നീ മോഷ്ടിക്കുമ്പോഴല്ലേ കുറ്റമാകുന്നേ? മുതിർന്നവരെ അടിക്കരുതെന്ന് എപ്പോഴാ അബ്ദിയലിന് കുറ്റബോധം വരുന്നേ? അവന് പ്രായമായി കഴിഞ്ഞാൽ വരത്തുള്ളൂ. ഇപ്പൊ അവൻ അപ്പച്ചനെ തലത്തില്ലേ? അവന് കൈ കിട്ടുന്ന വെച്ചവൻ എന്ത് ചെയ്യും? പ്രായമായി കഴിഞ്ഞല്ലോ ഇല്ല. അപ്പൊ കുറ്റബോധം വരണമെങ്കിൽ അതിനുള്ള ഒരു മനോഭാവം ആർക്ക് വരണം? അതിനകത്ത് 25 വർഷമായി ആലയത്തിനകത്തിരിക്കുന്ന ദൈവവൈതലേ ഒരുപാട് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കുറ്റകരമാണ്. ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന ഞങ്ങളുടെ ശ്രോതാക്കളോടും പറയുന്നു, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം പാപം ചെയ്തിട്ടും ദൈവം ക്ഷമിക്കുമെന്ന് പറയുന്നത് കുറ്റകരമാണ്. ദൈവം ക്ഷമിക്കത്തില്ല. ദൈവം ദീർഘക്ഷമയും മഹാദയും മനസ്സയും ഉള്ളവനാണ് പറയുന്നത് പാപികളോടാണ്. ഹലോ, അവന്റെ പാപം എത്ര കടുംചുമപ്പാണെങ്കിലും ഹിമം പോലെ ഞാൻ വെളുപ്പിക്കും. 2 കള്ളന്മാർ തമ്മിലുള്ള സംഭാഷണമുണ്ട്. എന്താണെന്നറിയാമോ? കാൽവരി ക്രൂശിലെ നമ്മൾ സമശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടവർ, എന്നാൽ ഇവനോ
ഒരു തെറ്റ് ചെയ്തിട്ടില്ല. സമശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടവനെന്ന് അപ്പുറത്ത് കിടക്കുന്ന കള്ളനോട് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറ്റബോധം കൊണ്ട് അല്ലെങ്കിൽ അവന്റെ ഹൃദയം നീറുകയായിരുന്നു. ഒരു നിമിഷം അവനെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവനൊരു വെളിപ്പാട് കിട്ടി. ഇവനാണ് പാപം മോചിക്കുന്നവൻ, ഇവനാണ് അകൃത്യം മോചിക്കുന്നവൻ, ഇവനാണ് എന്നോട് ദയ കാണിക്കുന്നവൻ. അപ്പോൾ തന്നെ അവന് മാനസാന്തരം വന്നു. അവൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, നീ രാജ്യം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. കർത്താവേ എന്ന് വിളിച്ചാൽ അവന് രക്ഷ. അവൻ എവിടെ കർത്താവെന്ന് വിളിക്കുന്നേ? കുറ്റബോധം പുറത്തു വന്നാൽ നീ വിളിച്ചിരിക്കും, കർത്താവേ തെറ്റിപ്പോയി. അവിടെ വിടുതലാണ്. അന്ന് രാത്രിയിൽ അന്ന് വൈകിയ സമയത്ത് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഹല്ലേലൂയ ആ കള്ളനെയും കൂടെ പറുദീസയിലേക്ക് ആര് കയറ്റി? അത്രേ ഉള്ളൂ. അപ്പൊ കുറ്റബോധം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? കുറ്റബോധം സംഭവിക്കണം എന്ത് വേണം? സത്യം ആദ്യം ചെയ്യണം, അറിയണം. അതല്ലേ നമ്മൾ പറഞ്ഞ സത്യം അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറ്റബോധമുണ്ടോ? ഞാൻ അവിടെ പോയ വഴിക്ക് പുള്ളിയുടെ മോഹയ്ക്ക് ഒന്ന് കുത്തി, അതിന് വേണ്ട. ഹലോ, ഞാൻ അവിടെ പോയ വഴിക്ക് മാത്തിച്ചാന്റെ കവളിൽ ഒരു കുത്തു കൊടുത്തു, അതിന് വേണ്ട. ഞാൻ ചുമ്മാ കുത്തിയതാ, അതിനിപ്പോ മാത്തിച്ചാൻ എന്നോട് അവനോട് പിന്നെ മാത്തിച്ചേട്ടന് പറയാൻ പറ്റുമോ? ഇല്ല, അവൻ അതിനുള്ള മാത്തിച്ചേട്ടൻ ഇവനല്ല ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അവനോട് അങ്ങനെ ക്ഷമിച്ചേക്കാം. ഇവൻ അതിനുള്ള മകതീവ് ഇല്ല. ഞാനൊന്ന് കുത്തിയിട്ട് പോയി അല്ലേ? നമ്മളെങ്ങനെ പിന്നെ കുത്തിയെ ചോദിക്കില്ലേ? അതിന് കാര്യം എന്താണ്? വേറെ നമ്മുടെ ശരീരത്തിൽ തുടരുതെന്ന് ആർക്കറിയാം? സജിബ്രദറിന് അറിയില്ലേ? എനിക്ക് വലുവേദനയായിട്ട് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഇരിക്കുമായിരുന്നു, സജിബ്രദറിന് അറിയില്ല. പിന്നെ എന്റെ മോളേക്ക് കൂട്ടേണ്ട കാര്യമുണ്ടോ? മനഃപൂർവ്വം ചെയ്തല്ലേ? അപ്പൊ എവിടെ കുറ്റബോധം? അറിയുന്ന തെറ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ കർത്താവേ പറ്റിപ്പോയി എന്ന് പറയുന്നപ്പോഴാണ്. തെറ്റ് ചെയ്യരുന്ന ഒരു നിയമാവലി ആർക്കുണ്ട്? ദൈവവിധനുണ്ട്, ദൈവമക്കൾക്കുണ്ട്. അതിനകത്ത് നിന്ന് അത് ചെയ്യുമ്പോഴാണ് പറ്റിപ്പോയെന്ന്. പത്രോസിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യും? എന്നെ 3 പ്രാവശ്യം. യേശു പറഞ്ഞില്ലായിരുന്നെങ്കിൽ പത്രോസിന് കുറ്റബോധം വരുമായിരുന്നോ? ഇല്ല. യേശു പറഞ്ഞു സമയത്ത് കറക്റ്റ് അവനെ നോക്കി. 3-ാം പ്രാവശ്യം കോഴി കൂടിയപ്പോ അവനെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോ അവന് കുറ്റബോധം വന്നു. അപ്പൊ ഒരു കാര്യം പറയാതെ, ഒരു നിയമവശം ഇല്ലാതെ കുറ്റബോധം തീരാ വരില്ല. പാപമുണ്ടെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോ പാപമില്ലെന്ന് പറയുന്ന പ്രസംഗം ദൈവത്തിൽ നിന്നുള്ളതല്ല. പാപം ചെയ്തു കുഴപ്പമില്ല, കർത്താവ് ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞാൽ നീ അവന് സ്വോത്രമായിട്ട് കൊടുക്കാൻ പോകരുത്. നിന്റെ ജീവിതത്തെ ബന്ധിക്കുവാനിടയായിട്ട്. ഹലോ, ആവശ്യമില്ലാത്തവരുടെ കൈയുടെ കീഴെ കൊണ്ട് തല വെച്ച് കൊടുക്കാൻ പോകരുത്. അവന്റെ ശാപം കൂടെ നിന്റെ മണ്ടയ്ക്ക് വരും. വലിയ സംഗതിയാണ് ഈ ജഡത്തെ. മരണത്തിനും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ജനിച്ചാൽ എന്ത് ചെയ്യണം? മരിക്കണം. ഈ ജനനവും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു പ്രവൃത്തിയാണ് ജഡത്തെ മരിപ്പിക്കുന്നത്. പറഞ്ഞില്ലേ? അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? 20-ാമത്തെ വയസ്സ്, 30-ാമത്തെ വയസ്സ്, 30-ാമത്തെ വയസ്സിലാണ് ദൈവത്തെ കാണുന്നത്. 28-ാമത്തെ വയസ്സ് വരെ അച്ഛൻ എന്തായിരുന്നു? ജനമനുഷ്യനായിരുന്നു. ആ 28-ാമത്തെ വയസ്സിലാണ് ദൈവസ്നേഹം എന്ത് ചെയ്തേ? രുചിച്ചറിഞ്ഞ്. അന്ന് മുതല് നമ്മൾ എന്തായിരുന്നു ചെയ്യണ്ടേ? ജഡത്തെ കൊല്ലണമായിരുന്നു. നമ്മൾ ചെയ്യണമായിരുന്നു, കൊല്ലണമായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് കസേരയിൽ ഇരിക്കുമ്പോഴും നമ്മളിൽ പലരും നമ്മളടക്കം, ഞാൻ അടക്കം എന്ത് ചെയ്തിട്ടില്ല? കൊന്നിട്ടില്ല. ഇല്ല. ഇന്ന് ഭാഷ പറഞ്ഞപ്പോ പറഞ്ഞു, സൗമ്യതയെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പ്രസംഗിച്ചില്ല, ഭാഷ പ്രസംഗിച്ചില്ല. അടുക്കളവാതിക്ക വന്ന് നിൽക്കണം സൗമ്യത, അല്ലെങ്കിൽ പറയാതെ എവിടെ വരണം? വീട്ടിൽ വരണം. പറഞ്ഞ സാധനം അകത്തുനിന്ന് ഹെൽമെറ്റൊക്കെ വെച്ചോണ്ട് വന്നാൽ വീട്ടിൽ കയറാണ്. അങ്ങനെ ഒരു അനുഭവം നമുക്ക് ദൈവത്തെ കാണുന്നതിന് മുമ്പില്ലായിരുന്നു. ഇടിയും തൊഴിയും ദേഷ്യവും ഒച്ചപ്പാടും ബഹളവും കഞ്ഞിക്കലകൾ എറിയലും അല്ലേ? എപ്പോഴാ കുറ്റബോധം വന്നേ? അതാണ് പാപബോധം. കുറ്റബോധം വന്ന്
ദൈവസന്നിധിയിൽ വന്നപ്പോഴാണ്. അതുവരെ ഇതൊന്നും ഒരു തെറ്റല്ലായിരുന്നു. ഇന്ന് ചെയ്തത് നാളെ ചെയ്യുമായിരുന്നു, അല്ലേ? ഇന്ന് ചെയ്തത് തന്നെ നാളെ ചെയ്യുമായിരുന്നു. ഇനിയിപ്പോ വൈകുന്നേരം 1:30 അടിച്ച് ഇത്തിരി കൂടിപ്പോയാൽ അത് രാവിലെ കലാപരിപാടി ഉണ്ട്, വൈകിട്ട് കലാപരിപാടി വീട്ടിൽ അരങ്ങേറുന്നുണ്ട്. അതെ, അതാ പറഞ്ഞേ. അത് എപ്പോഴാ ജയിച്ചേ? യേശു ക്രിസ്തു അകത്ത് വന്നപ്പോഴാണ്, അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം നിജീത് ഫാദറോട് വന്നിട്ട് ഇത് വർത്താനം പറഞ്ഞു. അതിനകത്ത് രുചിക്ക് ഒത്തിരി സങ്കടമുണ്ട്. ഈ ഒറ്റ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ, അല്ലേ? രുചിക്ക് സങ്കടമുണ്ട്. അദ്ദേഹത്തിന്റെ അറിവില്ല ചെയ്യുന്നത്. നമ്മൾ ഇറങ്ങി പോണം. അല്ല, ഞാൻ ഡേവിസ് എങ്ങനെ വിളിക്കണമെന്നൊന്നും ഇത് ചെയ്യരുത്, ചോദിക്കരുത്. കാരണം നാളെ ദൈവം അദ്ദേഹത്തിന്റെ ഉള്ളിൽ വരുന്നൊരു സമയമുണ്ട്. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു മോളും മരുമോനും ആർക്കുണ്ട്? മനസ്സിലായോ? കുറ്റബോധം എപ്പോ വരുന്നതെന്ന് അറിയാമോ? ദൈവം തൊടുന്ന ഒരു സമയമുണ്ട്. അന്ന് ഈ ആലയത്തിനകത്ത് വന്നെന്ന് പറയും, കർത്താവേ എന്നോട്. അതുവരെ എന്ത് ചെയ്യില്ല. ചിലർക്ക് കുറ്റബോധം വന്നു കഴിഞ്ഞാൽ തല കീഴായിട്ട് എന്ത് ചെയ്യും? തൂങ്ങി അങ്ങ് ചാകും. ആർക്കാ കുറ്റബോധം വന്നത്? യൂദ. യൂദയ്ക്ക് കുറ്റബോധം വന്നല്ലേ? പത്രോസിന് കുറ്റബോധം വന്നു. മാറത്ത് അടിച്ചെന്ത് ചെയ്തു? പൊട്ടിക്കരഞ്ഞു. പലപ്പോഴും കരയാൻ പറ്റുന്നില്ല, അല്ലേ? ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്, അവർ ചെയ്തത് ഓർക്കുമ്പോൾ കരയുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിനേറ്റ മുറിവിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പൊറുക്കാൻ പറ്റുന്നില്ല. ഹൃദയവും പൊറുക്കപ്പെടുന്നില്ല, ജഡവും പൊറുക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഓ, നിങ്ങൾ ആരും ഒന്നും ചെയ്യാത്തത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നില്ല. അവൻ വേണമെങ്കിൽ ഞാനല്ലേ അവന്റെ അപ്പൻ. കണ്ടില്ല? അമ്മയെന്ന് പറഞ്ഞില്ല, അമ്മ അമ്മയെന്ന് പറയട്ടെ, അപ്പനപ്പൻ പറ. ഞാൻ അവന്റെ അപ്പനാ. അവൻ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കേ. മാനുവിനോട്, മാതൃചാരനോടുള്ള ആവശ്യം എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യത്തിനല്ല, എന്തെങ്കിലും മാതൃചാരൻ തോന്നുമോ ഒരു കാര്യം ഞാനത് പറഞ്ഞ അവന് വിഷമമായി. മോനേടാ സോറി. അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷവും ആ ഹൃദയത്തിനകത്തെ ആത്മസാന്നിധ്യം ഉണ്ടല്ലോ, അത് അനുഭവിച്ചറിയണം. അപ്പോഴാണേലും പറയുന്നേ, ഞാനും വിളിച്ച് വഴക്കുണ്ടാകുമ്പോൾ മിക്ക സമയങ്ങളിലും സോറി പറയുന്നത് ഞാനായിരുന്നു. ഇടയ്ക്ക് പിന്നെ മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിർത്തിയപ്പോൾ ബ്ലസ്സിയായി ഇങ്ങോട്ട് തിരിച്ച്. അത് ഞങ്ങളൊരു ഗെയിമാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സോറി പറഞ്ഞു. ഈ സോറി പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് നേരത്തേക്ക് കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ചുമ്മാ ആ പഴയ ചൂടിനെ കാണിക്കുന്നത്, അല്ലേ? ആ ചൂടിനെ പറ്റിയും ആ സോറിയെ പറ്റിയും നമ്മൾ ആദ്യം പറഞ്ഞു, സാരമില്ല. രണ്ടാമത് പറഞ്ഞു, ചില സംഭവങ്ങളിനകത്ത് നമ്മൾ നമുക്ക് ഇന്നിപ്പം പകലും മോനെ കണ്ടപ്പോഴല്ലേ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടപ്പോഴല്ലേ മോൻ നമ്മളോട് അല്ലെങ്കിൽ മോള് നമ്മളോട് ചെയ്ത ഒരു തെറ്റിനെ പറ്റി എന്ത് ചെയ്തേ? അതുവരെ നമ്മൾ മറന്നിരിക്കരുത്, അല്ലേ? നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് വരുന്നു, നമ്മൾ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നു, നമ്മൾ ഇതിനെപ്പറ്റി എന്ത് ചെയ്തില്ല? ഓർത്തില്ല. പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഫ്രണ്ടിൽ വന്നപ്പോ എന്നാലും പറയുന്നേ, ഓ എന്നാലും അവൻ എന്നോട് അങ്ങനെ. പക്ഷേ അവനോട് ചെയ്യേണ്ടത് ദൈവം ചെയ്യും. എങ്ങനെ? രൂപാന്തരപ്പെടുത്താനുള്ളത് എന്നിലൂടെയോ വേറെ ആരിലൂടെയോ ഒക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ വീട്ടിലെ പട്ടിയായിരിക്കും ചോദിക്കുന്നത്, നീ അമ്മയോട് ഹലോ ആണ് എന്നെങ്കിലും ബലയാമനോട് ആരാ സംസാരിച്ചേ? അത് ബൈബിളിലെ കാര്യമല്ലേ. ഇവിടെ എന്താ പട്ടിയൊന്നും എന്തില്ല, എല്ലാ പട്ടിയും സംസാരിക്കും. ഏതാ തോട്ടത്തിൽ സംസാരിച്ചാലാ? അപ്പൊ സംസാരിക്കുന്ന പാമ്പ് വേണ്ടി വന്നാവേ ചക്ക ഇവിടെ കായ്ക്കും. അതെന്നെ ക്ഷമിക്കാൻ പറഞ്ഞിട്ട് അംഗീകരിക്കാതെ പോയാൽ അടുത്തത് വരുന്നത് അനർത്ഥമായി. അനർത്ഥം. അതിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല, ഒരു മനുഷ്യനും കഴിയത്തില്ല. പിന്നെ നോക്കിച്ചൊരു കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അടുത്ത വചനത്തിലേക്ക് നമുക്ക് ആവർത്തന പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം. ആവർത്തന പുസ്തകം 21:8. എന്താ പറഞ്ഞേ? ആര് വീണ്ടെടുത്ത? ആരാ അത് പറയുന്നേ? ഒന്നുകൂടെ വായിച്ചു.
ഒരു വ്യക്തി ഇടനിന്നിട്ട് ദൈവത്തോട് മധ്യസ്ഥത ചെയ്യുക. എന്താ? നിന്റെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിക്കണം. ഹലോ, അവൻ പറഞ്ഞപ്പോഴാണോ ദൈവം ഓർത്തെ അതെന്റെ ജനമെന്ന്? അല്ലെന്നേ. എന്ന് വെച്ചാൽ എന്റെ മകനോട്, കർത്താവേ നിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്റെ മകനോട്, എന്റെ മകളോട് കർത്താവേ നീ ക്ഷമിക്കണം. ദൈവാത്മാവുള്ള ജനം എങ്ങനെ പറയുന്നറിയുമോ? സ്തേഫാനോസ് പറഞ്ഞതുപോലെ പറയും. ഹലോ, സ്തേഫാനോസ് എന്നാ പറഞ്ഞേ? അവനെ കല്ലെറിഞ്ഞ് കൊല്ലുക. സുവിശേഷം നിമിത്തം അവനെ കല്ലെറിയുക. ദേഹം മൊത്തവും രക്തത്താൽ മാറുന്ന നല്ലൊരു ഏറ്. നമ്മളെ പിള്ളേരെ കളിക്കുന്ന സമയത്ത് അറിയാതെ അഭിക്കുട്ടന്റെ കയ്യിരിക്കുന്ന സാധനം നമ്മുടെ സ്ഥാനത്ത് കൊണ്ട എത്ര സ്നേഹമുള്ള അമ്മയാണെങ്കിൽ ഓർമ്മ കൊടുക്കല്ലേ? അവൻ പോലും പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് അടി വിട്ടെ എന്ന് പറഞ്ഞ് കിട്ടി. സ്തേഫാനോസിന് ഏറ് കൊണ്ട് ചിന്തിച്ചു. നല്ല നല്ല കല്ലുകൾ അവന്റെ മർമ്മസ്ഥാനത്ത് കൊണ്ടിട്ടു. അവൻ അവന്റെ ജഡത്തെ കുറിച്ച് ചിന്തിച്ചില്ല കേട്ടോ. അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ ഈ പാപം. അതായിരിക്കണം നമ്മൾ. ഇതൊക്കെ പറയാൻ ഭാഷ പറ്റും, ഉൾപ്പെറ്റത്തിൽ നിന്ന് പറയാൻ പറ്റും. ഇതൊക്കെ അനുഭവത്തിൽ എന്ത് ചെയ്യണം? വരണം. എന്നാലേ ഭാഷയിൽ മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ഭാഷക്ക് അങ്ങനെ അനുഭവമില്ലാത്തതല്ലേ ഭാഷ എന്നോട് അതാ പറഞ്ഞു. അപ്പൊ നമ്മുടെ മരണത്തിന് തടസ്സം, നമ്മുടെ ജഡത്തിന്റെ മരണത്തിന് തടസ്സം ഇലക്ട്രിസിറ്റി മോട്ടറിലേക്ക് വർക്ക് ചെയ്യാത്തത് നമ്മൾ തപ്പി പോവാം. ഹലോ, നമ്മൾ എവിടെയാ പോണേ? ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് സ്വിച്ച് ഇട്ടിട്ടും എന്ത് ചെയ്യുന്നില്ല, കിണറ്റിൽ നിന്ന് വെള്ളം എത്തിയില്ല, പമ്പ് ചെയ്ത് മോളി വരുന്നില്ല. അപ്പൊ അത് തപ്പി പോവാം. അത് തപ്പി പോകുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമായി ഈ ക്ഷമ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇതിനകത്തെ തടസ്സം. അവിടെ വായിച്ച വാക്ക് ഒന്നുകൂടെ വായിച്ചേ. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ. അപ്പൊ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷമിക്കേണ്ട ആരോടാ? നമുക്ക് ചെറിയ പണക്കവും പരിഭവവും ഒക്കെ ഉള്ളത് നമ്മുടെ വിശ്വാസികളുടെ തന്നെയല്ലേ? നമ്മുടെ അയൽവക്കക്കാരുടെ അടുത്തല്ലേ? നമ്മുടെ ബന്ധങ്ങളുടെ ഇടയ്ക്കല്ലേ? നമ്മുടെ പരിചയക്കാരുടെ ഇടയ്ക്കല്ലേ? അപ്പൊ നമ്മളെ ദൈവം തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സമൂഹത്തിനകത്ത് ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ അവരോട് ക്ഷമിച്ചില്ല എങ്കിൽ നിന്റെ പാപം നിന്റെ മേൽ ഇരിക്കും. ഹലോ, ദൈവം ക്ഷമിക്കൂ? ഇല്ലെന്ന്. ദൈവം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ നീ ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പൊ ഇന്ന് പകർക്കാലം ഞാൻ ക്ഷമിച്ചില്ലെങ്കിലും ദൈവം ക്ഷമിക്കുന്നില്ല. ഇപ്പം അധികം ഇളച്ചു കിട്ടിയ ഒരു മനുഷ്യനുണ്ട്. ഒരു യജമാനൻ കരുത്തിയിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് പൈസ ആരും കൊടുക്കണ്ടായിരുന്നു. ഈ വ്യക്തി കൊടുക്കാനുണ്ടായിരുന്നു. യജമാനൻ എന്ത് ചെയ്തു? അവൻ ആ കൊടുക്കാനുള്ള തുകയിൽ എന്ത് ചെയ്തു? ഇളച്ചു കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവന് കൊടുക്കാനുള്ള ഒരുത്തൻ എവിടെ വന്നു? ഇവന്റെ മുമ്പിൽ വന്നപ്പോ ഇവൻ ആ കൊക്കയ്ക്ക് പിടിച്ചു. എനിക്ക് തരാനുള്ള പൈസ അത് എന്റെ പൈസ. അപ്പൊ എനിക്കെന്തുണ്ട്? വിലയുണ്ട്. അത് യജമാനന്റെ പൈസ. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലല്ലല്ല. യജമാനൻ നിനക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യുമ്പോ നീ ആ ത്യാഗം ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനം കർത്താവെ തെറ്റിപ്പോയിരിക്കുന്നു, അവരോട് ക്ഷമിക്കണമേ എന്ന് ഇടനിന്നുകൊണ്ട് ഒരാൾ പറയുക ദൈവത്തോട്. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, നമ്മളൊരു വ്യക്തിയോട് പാപം ചെയ്യുമ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത തലത്തിലിരിക്കുമ്പോൾ മൂന്നാമതൊരാൾ നമ്മളെ കാണുന്നത് ഈ വാക്യം വായിക്കുന്നത് പോലെ. മൂന്നാമതൊരാളാരാ? ഒരു ആത്മമനുഷ്യൻ നമ്മളെ കാണുന്നത്. നമ്മളെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരില്ലേ നമ്മളെല്ലാം. അപ്പൊ അദ്ദേഹം പറയുകയാണ്, കർത്താവെ അവരുടെ അറിവുകേട് കൊണ്ട് ചെയ്യണം, അവരോട് ക്ഷമിക്കണം. അപ്പൊ അറിഞ്ഞോണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും നമ്മുടെ ജഡത്തിനകത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന പിശാചിന്റെ ഒരു ആയുധമാണ് എന്ത്? ക്ഷമിക്കത്തില്ല. എന്നൊക്കെ വന്നാലും ഞാൻ എന്തില്ല, എന്റെ തല വെട്ടി ഇവിടെ മേശപ്പുറത്ത് വെച്ചാലും ഞാൻ എന്തില്ല, ക്ഷമിക്കത്തില്ല. ഇനിയിപ്പോ നിങ്ങൾ എന്നാ നമ്മളൊരു വാക്യം ഇതെന്ന് പറയും, പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയാലും അതിനകത്തൊരു കുറ്റം കണ്ടുപിടിക്കും. ഈ മനുഷ്യനോട് പറഞ്ഞ് ക്ഷമിച്ച് നമ്മളെന്ത് ചെയ്തു?
നെല്ലിപ്പലക പുറത്തു വന്നു, കണ്ടു. എന്നാലും എന്ത് ചെയ്യണം? പിന്നെ ഈ മനുഷ്യനോട് പിന്നെയും ക്ഷമിക്കണം. വചനത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ടെന്നേ. 7-70 വട്ടം. ഇവിടെ 5 പ്രാവശ്യം ആയല്ലോ. 7-70 തൊട്ടല്ലോ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ പുറത്തുന്ന എത്ര പ്രാവശ്യമായുള്ളൂ? നിന്നോട് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു, ഇനി നീ അതൊന്നും ചെയ്യരുത്. എടാ, കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ നിന്നോട് എന്ത് ചോദിക്കുക, അപ്പോൾ 7 ആയിട്ടില്ല. ഇനി നീ അത് ചെയ്താൽ എന്റെ കൈ കിട്ടുന്ന വെച്ച് ഞാൻ എന്ത് ചെയ്യും? താങ്ങും. നമ്മൾ പറയാറില്ലേ? ഉണ്ടെന്നേ. അബ്ദീനോടൊക്കെ പറയാറുണ്ട്, നിന്നോട് ഞാൻ 2-3 പ്രാവശ്യമായി. പക്ഷെ പിന്നെ ആശാൻ എന്ത് ചെയ്യാ? ആശാന്റെ റൂട്ടിൽ ആശാൻ പൊക്കൊണ്ടിരിക്കുക. എടാ, 7 വട്ടം ക്ഷമിക്കാൻ പറഞ്ഞ ഒരു ജഡത്തിന് പറ്റാത്തതാണ്. അത് ചെയ്താൽ അവന്റെ ജഡം മരിച്ചു എന്നർത്ഥം. ഇനി 7-70 ആയാലും അവൻ ക്ഷമിക്കും. അതാ അതിനർത്ഥം. 7 വട്ടം ക്ഷമിക്കാനല്ല, 70 വട്ടം എങ്ങനെ ക്ഷമിക്കുന്നത്? 7 വട്ടം ക്ഷമിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ 70 വട്ടം ക്ഷമിക്കും? ക്ഷമിക്കൂ? ക്ഷമിക്കണം. ജഡം മരിച്ചാൽ ക്ഷമിക്കണം. അടിച്ചതിനകത്ത് കയറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണമെന്നേ. കാരണം ഈ ജഡം നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അവരുടെ അറിവുകൾ കൊണ്ട് അവർ പറയുന്നത്, നീ എന്റെ വീടിനകത്ത് എന്ത് ചെയ്ത് കയറും, എന്നാലും കയറണം. എന്നാല് പിന്നെ ഞാൻ കയറും കുറയും. ഞാൻ എന്റെ വാതിലിൽ കൂടെ പോയ പോലും കയറത്തില്ല. ഞാൻ കുട എന്ത് ചെയ്യും? ചെരിച്ചു പിടിക്കും. എന്നെ കാണാതെ ഞാൻ പോകും. ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ടോ? ഇതൊരു തമാശ അല്ല കേട്ടോ. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ആയുസ്സിനെ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. ദൈവം പറയുന്നു, ഞാൻ ദീർഘായുസ് നൽകുവാൻ വന്നിരിക്കുന്നു. നിനക്ക് ദീർഘായുസ് നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു. എന്റെ ദീർഘായുസ് പ്രാപിക്കാൻ ബുദ്ധിമുട്ട്. ചിലതൊക്കെ വിട്ടുകളയാനൊന്നല്ല. നീ വിട്ടുകളഞ്ഞ് നോക്കിക്ക്, ഇപ്പുറത്തെ വിടുതൽ സ്പോട്ടിലാണ്. ആമേൻ. അടുത്ത വചനത്തിലേക്ക് നമുക്ക് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 19-ാം വാക്യം. യോശുവയുടെ പുസ്തകം 24-19. പാപം ചെയ്ത് തെറ്റ് ചെയ്ത് ഇതിനു വേണ്ടി യാഗം കഴിച്ച് പുരോഹിതന്മാരും അടുത്തു. എത്ര നന്മ ദൈവം ചെയ്താലും വീണ്ടും എന്താ? വായില് കാടപ്പക്ഷി മഞ്ഞ ഇരിക്കുമ്പോഴും ആരെ കുറ്റം പറയാം? ദൈവത്തെ കുറ്റം പറയാം. ഇത് തന്ന ദൈവത്തെ ദൈവം അനുഗ്രഹിക്കും. ദൈവം സഹികെട്ടു. മോശയോട് കൂടെ ഇരുന്നത് പോലെ ആരുടെ കൂടെ ഇരുന്നു? ദൈവം യോശുവയുടെ കൂടെ ഇരുന്നു. അവനെ പഠിപ്പിക്കുന്നത് യോശുവ ജനത്തോട് പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചേ. അവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? അതിനർത്ഥം എന്നാ? ദൈവം ആ ജനത്തോട് സംസാരിച്ചില്ല, ദൈവം മിണ്ടാതിരിക്കുക. ഹലോ, ദൈവം അവരോട് മിണ്ടിയോ? ഇല്ലെന്നേ. ദൈവത്തിന് ഓരോ ശബ്ദം കേൾപ്പിച്ചാൽ പോലെ എല്ലാവർക്കും കേൾക്കാൻ പറ്റേ അല്ലേ? ദൈവം ശബ്ദം കേൾപ്പിച്ചു, ഇപ്പോൾ ഒരു ശബ്ദം കേൾപ്പിച്ച് നമ്മളെല്ലാവരും കേൾക്കൂലേ? എന്നോട് മാത്രമായിട്ട് എന്തിനാ ദൈവം സംസാരിക്കുന്നത്? അവിടെ യോശുവ നിൽക്കുന്നുണ്ടോ? യോശുവ ദൈവത്തിന്റെ വായായിട്ട് എന്ത് ചെയ്യാ? നിൽക്കുക. ആ ജനത്തോട് സംസാരിക്കുന്നത് യോശുവയാണ്. ആ ജനത്തിന് വേണമെങ്കിൽ കേൾക്കാം, സംസാരിക്കാം. പക്ഷെ ദൈവം എന്ത് ചെയ്തിരിക്കുക? അവരുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്തിരിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ദൈവശബ്ദം കേൾക്കാത്ത കാര്യം എന്താ അറിയോ? ചില പ്രവൃത്തി കാരണം നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്തെടുക്കുക. അപ്പൊ പ്രവാചകന്മാർ വന്നിട്ട് ദൂത് പറയുക. അതിലൊരു ആരുടെ പേര് വിളിച്ചിട്ടല്ല പറയുന്നത്. ദൂത് കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുമ്പോൾ അത് എന്നോടാണെന്ന് തോന്നുന്നെങ്കിൽ അതിനകത്തെന്തുണ്ട്? ഒരു ദൈവ പ്രവൃത്തിക്ക് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നർത്ഥം. ഹല്ലേലൂയ. എന്നോട് തന്നെയാ പറഞ്ഞേന്ന് ആർക്കെങ്കിലും തോന്നിയാൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. അത് പറയാൻ പിശാച് സമ്മതിക്കത്തില്ല. നമ്മുടെ വാഗൊണ്ടത് പറയിക്കത്തില്ല. നമ്മൾ അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ബാക്കിയുള്ള പ്രസംഗം പിന്നെ ഒന്നും കേൾക്കത്തില്ല. ഇതുകൊണ്ട് അവിടെ പോകും. വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? അത് എന്നോടുള്ള ദൂതായിരുന്നു. മറ്റുള്ളവർ ആരും അറിഞ്ഞില്ല കേട്ടോ. അവരെല്ലാം കേട്ടോണ്ടിരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ചു പറയും അത് എന്നോടുള്ള വല്ല കാര്യമുള്ളൂ. ഹലോ,
ഇപ്പൊ ഞാൻ മനുവിനെ കുറിച്ച് മനഃപൂർവ്വമല്ലാതെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ദൂത് പറയും. മനുവിന് മനസ്സിലായി ഇത് എന്നോടുള്ള ദൂതാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും ഈ ദൂത് കേട്ടില്ലേ? നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾ എടുക്കും, അല്ലാത്തതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വിട്ടുകളെ. നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലായോ ഇത് മനുവിനുള്ള ദൂതാണ്? ഇല്ലല്ലോ. നിങ്ങളെല്ലാവരും കേട്ടതുപോലെ തന്നെയല്ലേ കേട്ടെ. പക്ഷെ മനു വീട്ടിൽ ചെന്നിട്ട് പണി ചെയ്തു, എന്നോ പുള്ളി എനിക്കുണ്ട് ഒരു കുത്ത്. അപ്പോഴാണ് ഈ കേട്ട പുള്ളി ചിന്തിച്ചേ, ഓ ഇത് അവനുള്ള. അപ്പൊ തന്നെ ഫോൺ വെച്ചതിന്റെ പുറകെ അടുത്ത ആളെ വിളിച്ചിട്ട് വന്നു. അത് ദൂത് ആർക്കാരെന്നറിയോ? ദൂത് മനുവിനായിരുന്നു. അറിയാമോ? മനു വിളിച്ചോ. പിന്നെ അതൊരു സംസാര വിഷയമായി ചർച്ച മൊത്തം ചെയ്തു. നമ്മൾ നാവിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ? അതൊരു പഞ്ചേന്ദ്രിയങ്ങൾ പഠിച്ചപ്പോൾ നാവ്, ചെവി, നമുക്കതേ മരിപ്പിക്കാൻ പറ്റാത്ത, നമ്മുടെ ഫോണിലേക്ക് എത്തിയ ആവശ്യമില്ലാത്ത കോളുകൾ പോകുന്ന, നമ്മൾ എന്താ കേൾക്കാനിരിക്കുന്നത്? എന്റെ ഇതിന്റെ ആയുസിനെ കുറയ്ക്കും, എന്റെ ഇതിന്റെ നന്മയെ മുടക്കും, എന്റെ ഇതിന്റെ അഭിവൃദ്ധിയെ തടസ്സപ്പെടുത്തും. ഇതിനൊക്കെ പിശാചിന് കാരണങ്ങൾ വേണം. പിശാചിന് ദൈവസന്നിധിയിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു കറ വേണം. ആ കറയ്ക്ക് വേണ്ടി ഇവൻ തപ്പി നടക്കുക. അപ്പോഴാണ് ഇപ്പോൾ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ എന്ന് യേശു പറഞ്ഞു അല്ലേ? നമ്മളോട് കൂടി ഇരിക്കുന്നവൻ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും ഇപ്പോൾ താലത്തിൽ. അപ്പോൾ തന്നെ അവനിൽ ദുരാത്മാവ് കടന്നു. അവൻ എന്ത് ചെയ്തു? അവൻ എഴുന്നേറ്റ് പോയി. ഹലോ, ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നത്. അവൻ എഴുന്നേറ്റ് പോയി. ആലയത്തിനകത്ത് വചനം കേൾക്കുമ്പോ എന്നോടാണെന്ന് തോന്നുമ്പോ എഴുന്നേറ്റ് പോകരുത്, അവിടെ ഇരിക്കണം. എഴുന്നേറ്റ് പോയ യൂതയുടെ അവസ്ഥയായിരിക്കും. ഹലോ, യൂതയ്ക്ക് എന്നാ പറ്റിയത്? യൂതയുടെ ലൈഫിൽ യൂത തന്നെ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. കിട്ടിയത് എന്തെങ്കിലും ഉപകരിച്ചോ? ആ ഒരു ഒറ്റ സമർപ്പണത്തിൽ പത്രോസേ ആയിരങ്ങളെ വീണ്ടെടുക്കുന്ന അഭിഷേകം നിന്റെ മേൽ വന്നു. യൂതയ്ക്ക് പറ്റിയില്ല, പത്രോസിന് പറ്റി. സമർപ്പണം ഉള്ളവന് ദൈവത്തിന് ആവശ്യം. അവൻ ഇന്ന് രാത്രികാലം ദൈവവചനം കേൾക്കുന്ന ദൈവവൈതലിനോട് എന്റെ അനുഗ്രഹം വരാത്ത, എന്റെ വഴികൾ തുറക്കപ്പെടാത്തത് കാരണം തേടിയുള്ള യാത്രയിൽ നമ്മള് എവിടെയൊക്കെയോ ക്ഷമിക്കാൻ പറ്റാത്ത ചിലതെന്തിരുന്നു. ചേച്ചിയോട് ക്ഷമിക്കാൻ പറ്റാത്തത്, ചേട്ടനോട് ക്ഷമിക്കാൻ പറ്റാത്തത്, അപ്പനോട് ക്ഷമിക്കാൻ പറ്റാത്തത്, അമ്മയോട് ക്ഷമിക്കാൻ പറ്റാത്തത്, അമ്മായി അമ്മയോട് ക്ഷമിക്കാൻ പറ്റാത്തത്, അമ്മായി അപ്പനോട് ക്ഷമിക്കാൻ പറ്റാത്തത്, മക്കളോട് ക്ഷമിക്കാൻ പറ്റാത്തത്. ഇന്ന് രാത്രി അതിനെ മുറിക്കണം. ഈ ശബ്ദം കേൾക്കുന്നവർ അതിനെ മുറിക്കണം. ആമേൻ. അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണെന്ന് വചനം ചൂണ്ടിക്കാണിച്ചാൽ ഇന്ന് രാത്രി കർത്താവേ, അടിയൻ പാപിയാണ്, അടിയോട് ക്ഷമിക്കണമേ, ആ വചനം ഞാൻ ഏറ്റെടുക്കുന്നു. അവിടെ വിടുതൽ. അവിടെ പറയുകയാണ്, ഒന്നുകൂടെ വായിച്ചു. നിങ്ങൾക്ക് യഹോവയെ സേവിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കാറ്റഗറി എന്ത് ചെയ്തു? കൊട്ടാനും പാടാനും തുള്ളാനും ഒക്കെ നമ്മൾ നിൽക്കുന്നവരാണ്. പക്ഷെ പ്രവാചകൻ വിളിച്ചു പറയുക, നിങ്ങൾക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല. അവൻ നിന്നെ പോലല്ല. അവനൊരു പ്രത്യേകതയുണ്ട്. അവൻ പരിശുദ്ധ ദൈവമാണ്. അവനൊരു പ്രത്യേകതയുണ്ട്. അവന് തീക്ഷ്ണതയുള്ള ദൈവമാണ്. ക്ഷമിക്കത്തില്ല. കാരണം എന്താന്ന് പറയുന്ന, അതിന് മുമ്പ് വായിച്ച ആ തുടക്കത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? എന്താണ്? കഴിഞ്ഞ 30 വാക്യം വായിച്ചതാ. ആവർത്തനം 21:8. യഹോവ വീണ്ടെടുത്തിട്ടുള്ള തന്റെ ജനമായ ഇസ്രായേൽ. ഇവിടെ യോശുവയിൽ പറയുന്നത് അവരോട് തന്നെ. ഹലോ, യഹോവ വീണ്ടെടുത്ത തന്റെ ജനമായ ഇസ്രായേലിനോട് തന്നെയാണ് ആര് പറയുന്നത്? യോശുവയിൽ പറയുന്നത്. മോശ പറഞ്ഞു നിർത്തി, യോശുവ പറഞ്ഞു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയപ്പോ ദൈവം ആ ബന്ധം തട്ടിയിട്ട് കളഞ്ഞത് യോശുവോട് പറഞ്ഞു, എനിക്ക് ഈ ജനത്തോട് എത്ര പറഞ്ഞാലും, എത്ര ആരാധന കൂടിയാലും, എത്ര വചനം കേട്ടാലും ഞാൻ മാനസാന്തരപ്പെടത്തില്ല, ഞാൻ രൂപാന്തരപ്പെടത്തില്ല, എന്നോട് പറയണ്ട എന്ന് പറയുന്ന ജനത്തെ ദൈവം കൈവിട്ടുന്നു. അതാ പറഞ്ഞ. എത്ര നാൾ ദൈവം വാദിക്കും? സദാകാലം ദൈവം വാദിക്കുമോ? ഇല്ല. 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 10-ാം വാക്യം. 2 ശമൂവേൽ 24:10.
ദാവീദ് എന്ന് പറയുന്ന ആളാരായിരുന്നു? ആ, അങ്ങനെ പറയാം, യഹോവയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. പക്ഷേ ദാവീദ് എവിടെ കിടന്ന ആളാന്ന് അറിയാമോ? എവിടെ? അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിൽ കിടന്നവനാണ്. ഇവനെ ദൈവം ചെയ്ത് തെറ്റുണ്ടെന്ന് അറിയാമോ? ഇവനെ ദൈവം ഒന്ന് അനുഗ്രഹിച്ചു. അല്ലോ, ദൈവം ചെയ്ത് തെറ്റുന്ന 1000 ഇപ്പൊ ബാങ്കിലൊക്കെ തുടങ്ങുന്നുണ്ട്. 10,000 ഉണ്ടോ ബാങ്കിൽ? ദൈവം ഒന്ന് എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ഇപ്പൊ ബാങ്കിൽ എത്ര ഉണ്ട്? 10 ലക്ഷം ഉണ്ട്. അപ്പോ ആണ് എല്ലിനിടയില്. അതുവരെ നമുക്ക് എന്തില്ലായിരുന്നു? ഹലോ, നാത്തൂനെ 10,000 രൂപ ഇല്ലാത്ത സമയത്ത് ഓക്കെ ആയിരുന്നു. പക്ഷെ നാത്തൂന്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ വന്നപ്പോ നാത്തൂനും ചേട്ടനും എന്തായി? നിലവരെ ഇല്ലാത്ത സ്നേഹോ? മൂലപ്പറമ്പിൽ ജോലി കണ്ട വലിയ ഇല്ലല്ലോ. ഹലോ, കാട്ടിക്കടന്ന ദാവീദിനെ പിടിച്ച് രാജാവാക്കി ദൈവം. പക്ഷെ അവന്റെ ഉള്ളിൽ അവനൊരു ബോധ്യമുണ്ടായിരുന്നു, ഞാനായത് എന്റെ യഹോവ മുഖാന്തരമാണ്. യഹോവയായ ദൈവമാണ് എനിക്ക് ഈ രാജസ്ഥാനം തന്നത്, എന്നെ ഈ രാജകസേരയിൽ ഇരുത്തിയത്. അവൻ മനം തിരിയാൻ തയ്യാറായി. അവനൊരു തെറ്റ് ചെയ്തപ്പോ പറഞ്ഞ കാര്യമാണ് വായിച്ചേ. എന്താ വായിച്ചേ? ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ ജനത്തെ എണ്ണരുത്. ദൈവത്തെ എണ്ണരുതെന്ന് പറഞ്ഞാൽ എണ്ണരുത്, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ചെയ്താലിപ്പോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് തെറ്റുപറ്റി, കുറ്റം ചെയ്തു, ലംഘിച്ചു. അവിടെ ദാവീദ് പറയുക, ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, യഹോവേ എന്നോട് എന്ത് ചെയ്യണം? ഒന്ന് എണ്ണിയതിന് ആര് ക്ഷമ പറഞ്ഞേ? ഞാൻ ഇതിനകത്ത് വാക്യം തമ്മിൽ നമുക്കിന്ന് പറഞ്ഞു തീരാത്ത അത്രയും വാക്യങ്ങൾ അവിടെ ഉണ്ട് ക്ഷമയെ കുറിച്ച് ബൈബിളിലുണ്ട്. പക്ഷെ അത് കുറച്ച് 22 വാക്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിന്റെ 22 ഒരു സിമ്പിൾ കണക്കാണെന്ന് ചോദിക്കുന്നത്. പക്ഷെ ബൈബിൾ ക്ലാസ് ആകുമ്പോൾ നമുക്ക് വാക്യം കൂടെ വേണമല്ലോ. ദാവീദ് ഒന്ന് എണ്ണിയതിന് ക്ഷമ ചോദിച്ചത് നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു സംഗതിയല്ലേ അത്? ഹലോ, യഹോവ പറഞ്ഞു ഇന്ന് രാവിലെ എവിടെ പോകണ്ട, പള്ളി പോകണ്ട. ആര് പറഞ്ഞു? യഹോവേ. അങ്ങനെയാണല്ലോ. ഇന്ന് എന്റെ ഇവിടെ ആയിട്ടൊരു വേദന പോലെ, വേദനയല്ല വേദന പോലെ, അതുകൊണ്ട് ഇന്ന് ഞാൻ എന്ത് ചെയ്തില്ല. അത് ഞാൻ പറയാം, കഴിഞ്ഞ 3 ദിവസം എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് ഞായറാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വരാം. അങ്ങനെ പറയുമോ? ഇല്ല, ഇന്നത്തെ വന്നു. അന്നേ ഞാൻ പറയാം, എനിക്കിവിടെ ഒരു വേദന പോലെ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ എന്തില്ല, പള്ളിയിലോട്ടില്ല. ഇതിനാരെങ്കിലും ക്ഷമ വേറെ ഭർത്താവിനോട് പറയാറുണ്ടോ? എത്രയോ ആരാധന മുടക്കി ടൂർ പോയിരിക്കുന്നു, കല്യാണം കൂടിയിരിക്കുന്നു. ആരെങ്കിലും ഒരു വാക്ക് ക്ഷമ പറഞ്ഞിട്ടുണ്ടോ? ആ ബിരിയാണിയുടെ മണം നോക്കി വരുമ്പോൾ തന്നെ ആരാധന കട്ട് ചെയ്യുന്നതിനുള്ള പരിപാടി, പോകാനുള്ള വണ്ടി നമ്മൾ എന്ത് ചെയ്യും? തയ്യാറാക്കി വെക്കും. കാരണം അയ്യോ പോയില്ലെങ്കിൽ അവരിനി എന്നാ, അതുകൊണ്ട് എന്ത് ചെയ്യാം, മുടക്കാൻ പറ്റുന്ന സംഗതിയുള്ളൂ. എന്ത് അതിനെന്ത് ചെയ്തു? നിസ്സാരമായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ആരാധനയെ ഉപേക്ഷ എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കരുത്. സെയിം പിച്ചിലാണ് ദാവീദിനോട് പറഞ്ഞത്, എണ്ണരുത്. ഹലോ, നിസ്സാരമായൊരു കാര്യം എണ്ണരുത്. നമ്മുടെ കണക്കിൽ നിസ്സാര സംഗതി. സരിംബാസ് പറഞ്ഞായിരുന്നു, പ്രാർത്ഥനയ്ക്ക് വരുമ്പോ തലേ തുണി ഇടണം. ഓ, അമേരിക്കയിലുള്ളവരൊന്നും തലേ തുണി ഇടുന്നില്ല. അതുകൊണ്ട് അവർ തുണിയെ അവർക്ക് ആകെ ദാരിദ്ര്യമാണ്, അവർക്ക് തുണി തന്നെ കുറവാണ്. അതിനിടയ്ക്ക് തലയിലും കൂടെ തുണി. അതുകൊണ്ട് ഞങ്ങൾ വെക്കുന്നില്ല, നിസ്സാരവൽക്കരിക്കും. ചെറിയ കാര്യം, വചനത്തിനകത്തുള്ള ഒരു ചെറിയ കാര്യം എന്താ പറഞ്ഞ, ഒരു ചെറിയ കള്ളം പറയരുത്. ഓ, അങ്ങനെയൊക്കെ ജീവിക്കാൻ. ഹലോ, അങ്ങനെയൊക്കെ നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ നമ്മൾ ഒത്തിരി നാട് കയറി പോവുകയും നമ്മൾ ഒത്തിരി പേരെ കണ്ടെത്തും. നമ്മൾ പ്രവാചകന്മാരെയൊക്കെ എന്ത് ചെയ്യും? നമ്മൾ അന്ന് രാത്രി തന്നെ തപ്പിയിരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് നമ്മൾ തപ്പും. അന്ന് ആ പറഞ്ഞ പാസ്റ്റർ ഏതായിരുന്നു? മമ്മിക്ക് ഓർമ്മയുണ്ടോ? പപ്പയ്ക്ക് ഓർമ്മയുണ്ടോ?
എന്നാൽ ആ പുള്ളി എനിക്ക് ആ പുള്ളിയുടെ മുഖം ഒന്ന് മറന്നു പോയി. എന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിസ്സാര കാര്യം പറഞ്ഞ് തപ്പിപ്പോന്ന ആ പാസ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ ദാവീദ് പറയുന്ന വാക്ക് സൂക്ഷിച്ച് കേൾക്കണം. കർത്താവേ, യഹോവേ, അടിയന്റെ കുറ്റം. ഒരു ദൈവ പൈതൽ അങ്ങനെ ആയിരിക്കണം. വചനത്തിനകത്ത് പറയുന്ന ചെറിയ കാര്യവും വലിയ കാര്യവും ഒരുപോലെ അനുസരിക്കുവാൻ ബാധ്യസ്ഥനായ വ്യക്തിയ ഒരു ദൈവം. ആമേൻ. ദൈവം അനുഗ്രഹിച്ചു കഴിയുമ്പോ വന്ന വഴി എന്ത് മറക്കരുത്. സങ്കീർത്തനം 86:5. സങ്കീർത്തനം പുസ്തകം 86:5. കർത്താവ് നല്ലവനാണ്, കർത്താവ് ക്ഷമിക്കുന്നവനാണ്, നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെ എന്ത് ചെയ്യും? മഹാദയാലുവാണ്. അതുകൊണ്ട് നീ എന്നോട് എന്ത് ചെയ്യണം? അതർത്ഥം. കർത്താവ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഞാൻ എന്തില്ല, നീ മഹാദയാലുവാണ്, നീ വലിയവനാണ്, നിന്റെ ക്ഷമ ഭയങ്കരമാണ്, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഞാൻ എന്തില്ല. അതല്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ജഡത്തെ ആദ്യം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ക്ഷമിക്കാൻ. ഇന്നലെ വരെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്ന സ്വഭാവമായിരുന്നു നമ്മുടേതെങ്കിൽ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥന കഴിയുന്ന സമയം മുതൽ അത് കണ്ടിട്ട് കാണാതെ പോകുന്ന ജഡമായി മാറണം. ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് പോയി തീർന്ന കാരണം നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. എന്നാലും ഞാനൊന്ന് പോയി ചോദിച്ചില്ലെങ്കിൽ എന്റെ കണ്ണിന്റെ മുമ്പിൽ ചെയ്തിട്ട് അവൻ പോകാനോ അവള് പോകാനോ വിടത്തില്ല. ഞാൻ ചേട്ടൻ മരിക്കട്ടെ, വിട്ടുകളാണ്. നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമ്മളെന്തിനാ പോകുന്നത്? നമ്മൾ ആ നിശ്ചിതയെ ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര തീരാറായി. നമ്മൾ ഇന്നും ജഡത്തിന്റെ പുറകെ ഓടുകയാണ്. ആമേൻ. മത്തായി പുതിയ നിയമത്തിലേക്ക് കടക്കുന്ന പുതിയ നിയമത്തിൽ എന്താണ് പറയുന്നത്? മത്തായി 6:12. മത്തായി സുവിശേഷം 6-12 വാക്യം. നിത്യയുടെ കയ്യിൽ നിന്ന് ഞാനൊരു 10,000 രൂപ എന്ത് ചെയ്തു? മേടിച്ചു. ഹലോ, നിത്യയുടെ കയ്യിൽ നിന്ന് ആടിനെ വിറ്റ് കിട്ടിയതിനകത്ത് ആകെയുള്ള സമ്പാദ്യമായിരുന്നു നിത്യക്ക് 10,000 രൂപ. അപ്പൊ അതിന്റെ വാല്യൂ മനസ്സിലായില്ലേ? എനിക്ക് 10,000 രൂപ എന്ന് പറയുന്നത് ഒരു 90 ലക്ഷത്തിന്റെ കൂടെ 10,000ത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തേ? ഹലോ, എന്റെ 90 ലക്ഷത്തിന്റെ കൂടെ 10,000 കൂട്ടാനാണ് ഞാൻ എന്ത് ചെയ്തേ? നിത്യയുടെ മേടിച്ചേ. 2 ആടിനുണ്ടായിരുന്നു, വിറ്റ പൈസയാണ്. അതുകൊണ്ട് പല കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സഞ്ജയ് പാസ്റ്റർ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തു. ഇപ്പൊ സഞ്ജയ് പാസ്റ്റർ കണ്ടാൽ എന്ത് ചെയ്യില്ല. സഞ്ജയ് പാസ്റ്റർ കോട ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ടാണ് പോകുന്നത്. 2-3 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്തു? ചോദിച്ചു. ഒരു പ്രാവശ്യം ഞാൻ ആ ബസ്സേ കയറി പോയപ്പോ അന്ന് പാസ്റ്റർ കണ്ടപ്പോ ഇങ്ങനെ കാണിച്ചിട്ട് പോലും പാസ്റ്റർ ചെയ്തില്ല. അന്ന് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അറിയാത്ത സഞ്ജയ് പാസ്റ്ററിന്റെ അടുത്ത് വന്നു. അന്ന് ഞാൻ ചോദിച്ചിട്ട് പാസ്റ്റർ ചെയ്തില്ല. ക്ഷമിക്കാൻ പറ്റുമോ? എന്റെ 2 ആടിനെ കൊണ്ട് പോയ പിശാച ക്ഷമിക്കാൻ പറ്റുമോ? വചനം പറയുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ബാധ്യതയുണ്ട്, കുറച്ച് തുക ബാധ്യതയുണ്ട്. ഞാൻ പലർക്കും കൊടുക്കാൻ ഇഷ്ടമുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ള സമയത്ത് തന്നെ എനിക്ക് തരാൻ ചിലരുണ്ട്. ഹലോ, പലവട്ടം ഞാൻ ചിന്തിച്ച് അവരുടെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചാൽ നമ്മുടെ 2 ലക്ഷം രൂപയാണ് നമുക്ക് വലുത്. നമ്മൾ കൊടുക്കാനുള്ള എത്രയാണ്? നമുക്ക് കിട്ടാനുള്ള എത്രയാണ്? നമ്മൾ 6 കൊങ്ങയ്ക്കാണ് പിടിക്കാൻ പോകുന്നത്. എടാ, നീ മനഃപൂർവ്വം ക്ഷമിക്കണം. അത് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ വാക്യം നിങ്ങളോട് പറയുന്നത്. 3 പ്രാവശ്യം ഞാൻ ചോദിച്ചു, അതുപോലെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എൻ്റെ വീട് ജപ്തി ചെയ്തിരിക്കുക, ഇനി നീ എന്നും പഠിക്കാനാണ്. മനസ്സിലായോ? ക്ഷമിച്ചു. ഇനി അവനെ ഞാൻ വിളിക്കത്തില്ല പൈസക്ക് വേണ്ടി. അവൻ ഇവിടെ പോകുന്നത് തന്നാ എടാ, അതാണ് നിന്റെ മനസാക്ഷി.
അതാണ് നിന്റെ ജഡം ചാകേണ്ടത് അവിടെ. പലരും പറഞ്ഞു ചോദിക്കുക, അവിടെ പോയി ചോദിക്കുക, ഇവിടെ പോയി ചോദിക്കുക, അങ്ങനെ ഉണ്ടാകുന്നേ 2 ലക്ഷം രൂപയല്ലേ. എടാ നീ എത്ര ലക്ഷം രൂപ ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്? എത്ര ലക്ഷം രൂപ ബാധ്യത നിനക്കുണ്ട്? ഇപ്പൊ വായിച്ച വാക്യത്തിൽ എന്താ പറയുന്നത്? നിന്റെ കടക്കാരോട് നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്കറിയാം ഇന്നത്തെ സബ്ജക്റ്റ് ഇന്ന് പറഞ്ഞു തീരുന്നില്ല, എനിക്കറിയാം പറഞ്ഞു തീരുന്നത്രയും പോലെ. 1000 രൂപ കടം മേടിച്ചിട്ട് തന്നില്ലല്ലോ എന്ന് ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ ആ വില 1000 രൂപയുടെ വില നിങ്ങൾക്ക് വലിയതാ അല്ലേ? 1000 രൂപ മാതിച്ചാലിൽ ഒരു 1000 രൂപ ഞാൻ കടം മേടിച്ചാൽ മാതിച്ചാൽ 3 ദിവസം എവിടെ പോയ പൈസയാണ്? പണിക്ക് പോയ കാശ. 3 ദിവസത്തെ അധ്വാനം ചോറുണ്ണാതെ അരേ മുറുക്കി കെട്ടി ഉണ്ടാക്കിയ പൈസയാ ഞാൻ 1000 രൂപ എന്ത് തരും മേടിച്ചേ. പക്ഷെ ക്ഷമിക്കാൻ പറഞ്ഞു ചിലർ തരാനില്ലേ? ക്ഷമിച്ചേ. എന്റെ പുറകെ പോയാൽ അതിന്റെ ഇരട്ടി അനുഗ്രഹം നമുക്ക് തടസ്സമാകും. കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം? അതിനകത്തുണ്ടെന്ന് ഇത് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴല്ല ഇവന്റെ മോന്ത എന്ത് നമുക്ക് തരാനുള്ളതിന്റെ മോന്ത. അവൻ എന്നോടത് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റണം. എന്തോ വലിയൊരു അനുഗ്രഹം നമ്മളെ കാത്തിരിക്കും. ദൈവസ്നേഹം അവൻ അതിലൂടെ കാണാനിരിക്കുന്നു. ജാതികളാണ് എന്റെ കോങ്ങിക്ക് പിടിച്ചിട്ട് പൈസ മേടിക്കും കേട്ടോ. പക്ഷേ എനിക്ക് മനസ്സിലായി അച്ചായ ഒരു ദൈവമില്ല. 1000 രൂപ ഞാൻ മേടിച്ചു, 1500 രൂപ. ഹലോ, പൈസ ഈ ഭൂമിയിലെ ഉപയോഗത്തിന് മാത്രമാണ് കേട്ടോ. പലപ്പോഴും ഭക്ഷണമില്ലാതെ അമ്മമാരും അപ്പന്മാരും ഭാരപ്പെടുമ്പോൾ മക്കൾ പൈസ കൊടുക്കാതിരിക്കുമ്പോൾ അവരുടെ ഹൃദയം വേദനിക്കുമ്പോൾ സ്വരുക്കൂട്ടി തന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വെക്കുമ്പോൾ അമ്മയെ നോക്കാത്ത മക്കളോട് ദൈവത്തിന്റെ ആത്മാവിനെ പറയുവാനുള്ളത്, ഹല്ലേലൂയ, ഈ നഷ്ടമായി പോകുന്ന സാമ്പത്തികത്തെ വെച്ച് നിന്റെ അപ്പനെ അമ്മയെ നീന്തിരുത്, വേദനിപ്പിക്കരുത്. നീ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തില്ല. നീ വന്നത് നഗ്നനായാണെങ്കിൽ പോകുന്നത് നിന്നെ നഗ്നത മറയ്ക്കുന്നത് വേറെ എന്തെങ്കിലും വെച്ചിട്ടാണ്. ഒരു കൊറോണ വന്നപ്പോ എല്ലാം കൂടെ വാരിയെടുത്തിട്ട് JCBയിൽ പോയി എറിയുമായിരുന്നു. കത്തുന്ന തീക്കകത്തോട്ട് വലിച്ചെറിയുമായിരുന്നു. ആൾക്കാർക്ക് അടുക്കാൻ മടിയായിരുന്നു. എവിടെ പോയി ഇതിന്റെ കോടികൾ? എവിടെ പോയി ഇതിന്റെ സമ്പാദ്യം? ഇന്ന് പകൽക്കാരൻ ദൈവ പൈതലിനെ കണ്ടാൽ ദൈവത്തിന്റെ തേജസ് അവന്റെ ശരീരത്തിൽ, അവന്റെ ജീവിതത്തിൽ, അവന്റെ പ്രവർത്തിയിൽ വെളിപ്പെട്ടു വരട്ടെ. അവൻ അതിന്റെ 14-ാം വാക്യം വായിച്ചേ. 6-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ ക്ഷമിക്കണം കർത്താവേ, എന്നോട് ക്ഷമിക്കണം കർത്താവേ എന്ന് കൂയിട്ടൊന്നും ഒരു കാര്യമില്ല. കിടന്ന് അലച്ചിട്ടൊന്നും. നിനക്ക് ക്ഷമ കിട്ടണമെങ്കിൽ നീ ആദ്യം ക്ഷമിച്ചിട്ട് എന്ത് ചെയ്യണം? ക്ഷമ ചോദിക്കണം. ഒന്നുകൂടെ വായിച്ചോ വാക്യം, അത് ആവശ്യമുള്ള ഒരു വാക്യമാണ്. നിങ്ങൾ മനുഷ്യരോട് ഹലോ, നിങ്ങൾ മനുഷ്യരോട് എന്റെ വിടയല്ല പറഞ്ഞേ, നിങ്ങൾ മനുഷ്യർ. ഞാൻ മനുവിനോട്, മനു എന്നോട് ചെയ്ത പ്രവൃത്തി ക്ഷമിച്ചാൽ എന്നർത്ഥം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനു എന്നോട് ചെയ്ത പ്രവൃത്തി ഞാൻ ക്ഷമിച്ചാൽ, ഞാൻ മനുവിനോട് ചെയ്തത്, മനു ഞാൻ തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്ന കഥയല്ല പറഞ്ഞേ. നിനക്ക് കുറ്റബോധം വരുന്ന കഥയല്ല പറഞ്ഞേ. നീ മനഃപൂർവ്വം അവനോട് ക്ഷമിച്ചാൽ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ ഹൃദയത്തെ കാണുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ക്ഷമിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വീട്ടിൽ പോയിരുന്നത് ആലോചിക്കണം, ആരോടൊക്കെ ഞാൻ ക്ഷമിക്കാനുണ്ട്. അവരോടെല്ലാം ഒറ്റ വാക്കിൽ ഞാൻ ക്ഷമ പറയും. ക്ഷമ പറയുമ്പോൾ ഒരു കാര്യം ചെയ്യണം, യേശുവിന്റെ നാമം കൂടെ ചേർത്ത് ക്ഷമ പറയണം. എന്റെ ജീവിതത്തില് ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ദുഃഖകരമായ സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായപ്പോ അതിനുശേഷം ഞാൻ ആ വ്യക്തിയുടെ പിതാവിനെ വിളിച്ചു, മാതാവിനെ വിളിച്ചു, സഹോദരനെ വിളിച്ചു, സഹോദരന്റെ ഭാര്യയെ വിളിച്ചു. ഞാൻ പറഞ്ഞു,
യേശു കർത്താവിന്റെ നാമത്തിൽ എന്നോട് ക്ഷമിക്കണം. ഹലോ, ഇച്ചിരി പാടാം, ഇച്ചിരി ഒന്ന് പറഞ്ഞു നോക്കിക്കോ. അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് നിശ്ചയമായി ഉണ്ട്. ആമേൻ. ദൈവം നിന്നോടും ക്ഷമിക്കും. ഇത്രയും ബാധ്യത ഉണ്ടായിട്ടും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഒരു ദേശത്ത്, കേരളത്തിൽ തന്നെ എനിക്ക് താമസിക്കാൻ ദൈവം ഒരു അവസരം തന്നില്ല എങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? എന്റെ 10-1 പോലും കടവില്ലാത്ത ആൾക്കാര് എന്ത് ചെയ്തോണ്ടിരിക്കുക? മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതകരമായിട്ട് ചിന്തിക്കും. ഞാൻ കഴിഞ്ഞ സ്കോപ്പുള്ളതൊക്കെ നമ്മളൊക്കെ ദൈവം മറച്ചിരിക്കുന്നത് വലിയ ചിറകിന്റെ മറവിലാണ്. ദൈവം നമ്മളെ മറയ്ക്കുന്നത് അവന്റെ കരം കൊണ്ടാണ്. എത്രയോ തവണ ഞാൻ കടം കൊടുക്കാനുള്ള വ്യക്തികൾ എന്റെ മുഖാമുഖം വന്നെന്നറിയാമോ? അവർക്ക് എന്നെ മനസ്സിലായില്ല. ഹലോ, കടം തരാവുന്ന ആളെ നമ്മളെങ്ങനെ മനസ്സിലാക്കാതിരിക്കൂ? അവന്റെ നേടലടിച്ചാൽ പറയും അവനാണോ? എടാ, യഹോവ മറച്ചാൽ ആർക്കും കാണാൻ പറ്റത്തില്ല. എന്റെ അനുഭവം അനേക പ്രാവശ്യം എന്റെ മുമ്പിൽ ഞാൻ പെട്ടു ഞാൻ മനം കൂടെ പുറത്ത് ശ്രമിച്ചു 2-3 പ്രാവശ്യം. ഒരു പ്രാവശ്യം ഞാൻ നടന്ന് ടൗണിൽ കൂടെ നടന്നുകൊണ്ട് ചെല്ലുമ്പോൾ നേരെ എന്റെ ഫേസ് കർത്താവേ ഒറ്റ വിളിയാണ്. വിളിക്കാതെ പറ്റത്തില്ല, കാരണം തിരിഞ്ഞു നടക്കാൻ 20 മിനിറ്റ് നടന്നിട്ട് അവിടെ വരെ. ഈ പുള്ളി 25 മിനിറ്റ് അങ്ങോട്ടാണ് നടക്കുന്നതിലോ ഞാൻ എന്ത് ചെയ്യണം? 30 മിനിറ്റ് അങ്ങോട്ട് നടക്കണ്ടേ? ഹലോ, മനസ്സിലായില്ല? 25 മിനിറ്റ് നടന്നിട്ടാണ് ഞാൻ ഈ പുള്ളിയുടെ ഫ്രണ്ടിൽ എന്ത് ചെയ്തേ വന്നത്. അല്ലെങ്കിൽ 20 മിനിറ്റ് നടന്നിട്ടാ ഈ പുള്ളി എങ്ങോട്ടാ പോകുന്നത്? ഞാൻ വന്നെടുത്തോട്ട് 25 മിനിറ്റ് ദൂരം നടക്കാൻ പോവാ. അപ്പൊ ഞാൻ എത്ര മിനിറ്റ് ദൂരം അങ്ങോട്ട് നടക്കണം? 30 മിനിറ്റ് നടന്നാലല്ലേ ഈ പുള്ളി തിരിഞ്ഞു നോക്കുമ്പോൾ പുള്ളി പുറകിൽ ഇല്ലാതെ വരത്ത് പോകും. അപ്പൊ മൊത്തം എത്ര മിനിറ്റ് ഞാൻ നടന്നു? 20 അങ്ങോട്ടും 30 ഇങ്ങോട്ടും 50 മിനിറ്റ് ആയല്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? 30 മിനിറ്റ് അങ്ങോട്ട് നടക്കണം ഈ പുള്ളിയെ കണ്ട സ്ഥലത്തോട്ട്. അപ്പം കർത്താവിനെ വിളിക്കാതിരിക്കൂ. കർത്താവേ, ഞാൻ വിചാരിച്ചു പുള്ളിങ്ങനെ മനസ്സിലായില്ലേ? അത് കഴിഞ്ഞൊരു പ്രാർത്ഥന കേൾക്കുമ്പോൾ ദേവദാസം എന്ന് പറയാം, നിന്നെ എൻ്റെ കാലത്തിന്റെ ഉള്ളുകൾ കരച്ചിൽ ഞാൻ നിന്നെ വഹിച്ചിരിക്കുന്നു, എന്റെ ചിറകിന്റെ നിഴലിൽ നിന്നെ ഞാൻ മറച്ചിരിക്കുന്നു. അതൊക്കെ ഒന്ന് അനുഭവിക്കുമ്പോഴാണ് നിസ്സാര ബാധ്യതകള് നമുക്ക് ഭാരമാകുന്ന എപ്പോഴാണ് അറിയാമോ? നമ്മുടെ ഭാരം യഹോവയ്ക്ക് കൊടുക്കാത്തപ്പോഴാണ്. ഇന്ന് രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 4 ലക്ഷം രൂപ ബാധ്യത ഞാനും അവനും കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിനൊരു 25,000 രൂപ കൊടുക്കാനുള്ളൂ. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒത്തിരി ആയി വിളിക്കുന്നു, വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെയ്തത് ഫ്രോഡ് പണിയാണ്. നീ ചെയ്തത് ഇപ്പൊ എന്താ? അവൻ വിളിച്ചാൽ ഞാൻ എന്തില്ല, ഫോൺ എടുക്കൂല, അവൻ വിളിച്ചാൽ സംസാരിക്കൂല. അപ്പൊ നീ എന്താ എന്നോട് ചെയ്തേ? ഫ്രോഡ്. ഞാൻ തിരിച്ചൊരു മെസ്സേജ് ഇട്ടു, മോനെ, ഈ 4 ലക്ഷം രൂപ ബാധ്യത തീരുന്നത് വരെയും നിന്റെ ബാധ്യത തന്നു തീർക്കാൻ ഞാൻ 8 ലോണുകൾ എടുത്തിട്ടുണ്ട്. ഹലോ, 8 ലോൺ എടുത്തിട്ടാണ് ഞാൻ 25,000 രൂപ തരുന്നതിന് മുമ്പ് വരെ എന്ത് ചെയ്തേ തന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, തീർച്ചയായും ഞാൻ നിന്റെ പൈസ തരും. ഓക്കെ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. പലപ്പോഴും നമ്മുടെ ബാധ്യതകൾ നമ്മുടെ തലയ്ക്ക് മേലെ കയറി നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥകൾ വരണമെങ്കിൽ 1 ലക്ഷം രൂപ കടം വന്നാൽ മതി. ഹലോ, 10 പേരുടെ ആ പൈസ മേടിച്ചെങ്കിൽ 10 പേര് നമ്മുടെ തലയിൽ കൂടെ കയറി ഓടും. 10 പേര് ഓടും. ഇത് സഹിക്കാൻ പറ്റത്തില്ല. സഹിക്കാൻ പറ്റണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊടുക്കുക. അവൻ നിന്നെ പുലർത്തും. ആ, അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിലൂടെ ഞാൻ പൊക്കോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, വെറുതെ പറയുന്നതല്ല. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യം വായിച്ചാൽ. മത്തായി സുവിശേഷം 12:31. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ജഡത്തിനൊരു പ്രത്യേകതയുണ്ട്. ജഡത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പുൾപിറ്റിൽ നിന്നൊരു പ്രവാചകൻ വിളിച്ചു പറഞ്ഞാൽ ഹാപ്പി അല്ലേ? നാളെ തന്നെ എവിടെ പോകാൻ പോവാ? അമേരിക്ക. അപ്പൊ നമ്മൾ സ്പ്രിങ്ങില്
ആവും. നാളെ നമുക്കൊരു വീട് ദൈവം ചെയ്യാൻ പോവാം. ഇന്ന് രാവിലെ ഇന്ന പാപം ചെയ്തിട്ടാ വന്നെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ആരോട് ദേഷ്യപ്പെടുന്നു അറിയാമോ? അല്ല, പരിശുദ്ധി ആത്മാവിനോടാണ് ആ ദേഷ്യം കാണിക്കുന്നത്. ഇന്ന് ഞാനിവിടെ പ്രസംഗിച്ച കാര്യം, ഞാൻ ഒരിക്കലും അങ്ങനെ പ്രസംഗിക്കാൻ ഒരുങ്ങിയല്ല വന്നത്. അങ്ങനെ പ്രസംഗിക്കണ്ടെന്ന് പറഞ്ഞ് മനസ്സ് സെലക്ട് ചെയ്ത പാട്ടുകളൊന്നും ഞാൻ ചെയ്തില്ല. ഒരു പാട്ട് മാത്രം എടുത്തോളൂ. ഇവിടെ നമ്മൾ പാടിയ പാട്ടല്ല നമ്മുടെ പ്രസംഗമായി വന്നോളായിരുന്നു അല്ലേ? എന്ന് പാടിയാലും അങ്ങനെയാണ്. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിനാലാണ് പാട്ടുകൾ ചെയ്യുന്നത്. അനുവെടുത്താലും ഞാൻ എടുത്താലും സെലക്ഷൻ പരിശുദ്ധാത്മാവാണ്. അപ്പം ഞാൻ ഇന്നങ്ങനെ ഞാൻ തന്നെ ചിന്തിച്ചു പോയി, എന്തിനാണ് എന്നെ ഇത്രയും പ്രഷർ ദൈവാത്മാവ് ചെയ്യുന്നത്? ദൈവത്തിന് വിടുതൽ ആവശ്യമാണ്. ദൈവം ആരും ദുഃഖിക്കാൻ എന്ത് ചെയ്യുന്നില്ല, ഒരാൾ പോലും ദുഃഖിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം തന്റെ രക്തം കൊടുത്തതാണ് ആ പുള്ളിക്ക് വേണ്ടി, ജനിക്കാനിരിക്കുന്ന നാളെ ജനിക്കാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി കൂടെ യേശുവിന്റെ രക്തം കൊടുത്തതാണ്. അതിനൊരു വിലയുണ്ട് കേട്ടോ. അത് നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പരിശുദ്ധി ആത്മാവ് ദൂതെന്ന രൂപത്തിൽ വചനത്തിലൂടെയും ആലോചനകളിലൂടെയും ആരോട് ഇടപെടുന്നത്? ആലയത്തിലാണ് നമ്മളോട് ഇടപെടുന്നത്. അപ്പോ എന്നോടാണെന്ന് എനിക്ക് തോന്നിയാൽ ഒന്ന് കൈമുഖി കർത്താവേ ഞാനത് സ്വീകരിച്ചു. ഒരിക്കലും നിങ്ങൾ യൂതയെ പോലെ മറുതലിച്ച് ആലയത്തിൽ നിന്ന് ഇറങ്ങി പോകരുത്. നമ്മൾ പിശാചുകളെ എഴുന്നേറ്റ് പോകും. ഇവന്റെയൊക്കെ പ്രസംഗം കേൾക്കുന്നവരുണ്ടോ? നോ. അങ്ങനെ പോയാൽ യൂതയ്ക്ക് പറ്റിയതിലും വലിയ അറുപതിയായിരിക്കും നമുക്ക് പറ്റാൻ പോകുന്നത്. ആരും, ഞാൻ പറഞ്ഞില്ല, നിങ്ങളോട് ആരോടും എനിക്കെന്തില്ല, കൂടുതൽ സ്നേഹമില്ല, കുറച്ച് സ്നേഹമില്ല, എല്ലാവരും ഒരുപോലെയുള്ള സ്നേഹമുണ്ട്. നല്ലത് മാത്രം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കലേ എന്ന് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ആയിരിക്കില്ല പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതിനെ സ്വീകരിച്ചാൽ വിടുതൽ വ്യാപരിക്കും. വലിയൊരു ദൈവസാന്നിധ്യം എന്ന് പകലുണ്ടായിരുന്നു. നമ്മൾ പറയും നമ്മുടെ വാക്കത്വമുണ്ട്, ദൈവം എന്തില്ല ആയുസിനെ വാഗ്ദത്തം എന്നാ ഉണ്ടെങ്കിലും നീ എന്റെ മകനാണ് മകളാണെങ്കിൽ മാത്രമേ അത് നിന്റെ ജീവിതത്തിൽ വരത്തുള്ളൂ. വാഗ്ദത്തം നമ്മുടെ മേൽ കിടക്കുന്നു. നമ്മൾ പറയാറുണ്ട് വാഗ്ദത്തം എന്നോടുണ്ട്, അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യില്ല, മരിക്കില്ല. അമ്മു ഒരു സാധനം വേണമെന്ന് ആരോട് പറയാം? അപ്പനോട് പറയുക. പത്തിയിൽ സൈക്കിൾ കൊണ്ടുവന്നാരോട് പറയാം, അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ എന്ത് ചെയ്തു? അപ്പയിൽ പറയാണ് എനിക്ക് ആ വാക്കത്തി ഒന്ന് വേണം, ആ ഫ്രണ്ട് ഇരിക്കുന്ന വാഴ ചേരി ഞാൻ നിൽക്കുന്നതെന്ന് പറയാൻ കൊടുക്കൂ. ഇല്ലെന്നേ. ആ വാക്കത്തെ പിടിക്കാൻ പ്രായമായ മനു ചോദിച്ചാൽ നീ സൈക്കിൾ ഓടിക്കണമെന്ന് പറയോ? ഹലോ പറയോ? മനുവിനത് കൊടുക്കും. ഒരു പക്വതയുടെ ഭാഗമുണ്ട്, ഒരു പക്വതയുടെ തലമുണ്ട്. ഒരു പക്ഷേ എന്റെ നിന്റെ മക്കൾക്ക് ആ പക്വത വന്നില്ലെങ്കിലും മുതിർന്ന എനിക്കത് വരണം. ജഡത്തെ ഞാൻ മരിപ്പിച്ചാൽ എന്റെ ആത്മാവ് സ്വർഗ്ഗത്തിൽ പോകും. ആത്മീക കൃപാവരങ്ങളും ഞാൻ പ്രാപിക്കണമെങ്കിൽ ദൈവ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് ഞാൻ പറയണം. പറയണം. എനിക്ക് കുറച്ച് പ്ലാനും പദ്ധതിയുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഈ പ്ലാനും പദ്ധതി ഈ കാലഘട്ടം കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ചെയ്യാൻ പോവാ. നിന്റെ പ്ലാനും പദ്ധതി എന്തിലോ അതിന്റെ തന്നെ വെച്ചോ. ആയുസ് തീരാൻ പോകുവാണെന്ന് ആർക്കറിയാം? എനിക്കറിയാം. എന്റെ ആയുസ്, ഈ ലോകത്തിലൂടെ ഞാൻ എന്റെ ആയുസ്, അതിനർത്ഥം എന്നാണെന്നറിയാമോ? ഈ മനുഷ്യനായി ഭൂമി ജനിച്ചിട്ട് നിന്റെ ആയുസ് തീർന്നു. ഇനി ജീവിക്കണോ? ദൈവത്തിന്റെ പദ്ധതിക്കകത്തോട്ട് കാല് വയ്ക്കുക. ഹലോ, എന്റെ പ്ലാൻ എന്ത് ചെയ്തോ? കളഞ്ഞോ? ഇട്ടേരെ? എന്റെ പ്ലാൻ മാറ്റിക്കോ? ദൈവത്തിന്റെ പ്ലാനകത്തേക്ക് വന്നാൽ നിന്നോടുള്ള വാഗ്ദത്തം യഹോവയുടെ വാക്ക് ഊവെന്നും ഇല്ല ഇല്ല. ഒരിക്കലും ദൈവം തന്റെ വാഗ്ദത്തം മാറ്റുന്ന ദൈവമല്ല. പക്ഷേ നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിനകത്ത് യോശുവ പറയുന്ന വാക്കുണ്ട്, ഞാൻ അവരെ അറിയിക്കില്ല. നിങ്ങളുടെ പ്രാർത്ഥന യഹോവ കേൾക്കുന്നില്ല. അതിന് മുമ്പത്തെ വാക്യത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ.
ആ മോശയുടെ കൂടെ നടന്നപ്പോൾ സ്വന്തം ജനം എന്ന് പറഞ്ഞിട്ട് യോശുവ വന്നപ്പം യോശുവ പറയുകയാണ് അവന്റെ പ്രാർത്ഥന ആര് കേൾക്കുന്നില്ല? യഹോവ കേൾക്കുന്നില്ല. ഒരു തടസ്സം എവിടെ വന്നല്ലേ? പ്രവൃത്തിയാണ് തടസ്സം വന്നത്. പ്രവൃത്തി, തന്റെ മക്കളുടെ പ്രവൃത്തിയാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് എന്ത് ചെയ്യുന്നത്? തടസ്സം വന്നത്. 18:21 വായിച്ചേ. മത്തായി സുവിശേഷം 18:21. ആരെ അടുക്കൽ വന്ന്? പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, സഹോദരൻ ഇത് ചോദിക്കേ. പത്രോസ് ചോദിച്ചത് സഹോദരനെ പറ്റിയാണ്. സഹോദരന് അത്രമാത്രം ഇമ്പോർട്ടൻസ് യേശു കൊടുക്കുന്നുണ്ടെങ്കിൽ എന്റെ മക്കളോട്, എന്റെ അപ്പനോട്, എന്റെ അമ്മയോട്, എന്റെ ഭാര്യയോട് എത്ര അധികം ഇമ്പോർട്ടന്റ് ദൈവം കൊടുക്കും. ഹലോ, ക്ലിയർ ആയോ? പത്രോസ് പറഞ്ഞതിനെ പറ്റിയാ, സഹോദരനെ പറ്റിയാ. ദൈവം അതിന് കൊടുത്ത ഇമ്പോർട്ടൻസ് എന്താ അറിയോ? 7 വട്ടമല്ല സഹോദരനോട്. അപ്പം സ്വന്തം ബ്ലഡിനോട് എന്തായിരിക്കണം? അതിനധികം അല്ലേ? ക്ലിയർ അല്ലേ? അമ്മയോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? മരിക്കുന്നത് വരെ ക്ഷമിക്കണം. ചേട്ടനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? മരിക്കുന്നത് വരെ ക്ഷമിക്കണം. സഹോദരനോടാണ് 7 കൊണ്ട് ക്ഷമിച്ചത്. അപ്പോൾ 7:40 അല്ല, 7:70 കുടിക്കാനാണോ? 7+7 കിട്ടോ? 7+70 കിട്ടോ? 7:70 വട്ടം എന്ന് പറഞ്ഞാൽ 7 വട്ടം പോലും ആർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല? സഹോദരനോട് പറ്റുമോ? 7 വട്ടം നീ ക്ഷമിച്ചാൽ അതിനർത്ഥം നിന്റെ ജഡം ചത്തു. അതിനർത്ഥം എന്താണ്? ലിസിയാൻറ്റി എന്നോട് 7 വട്ടം ക്ഷമിക്കാൻ പറഞ്ഞാൽ ഇനി 7 അല്ല 70 വട്ടം ഞാൻ തെറ്റ് ചെയ്താലും ഞാൻ ക്ഷമിക്കും. അത്രൂ 7 എന്നുള്ള സംഖ്യ ക്ഷമിക്കാൻ ലിസിയാൻറ്റിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആന്റിയോട് 71 പ്രാവശ്യം ഞാൻ തെറ്റ് ചെയ്താലും ആന്റി ചെയ്യും. അതാണ് അവിടെ 1 എന്നുള്ള സംഖ്യയ്ക്കും പ്രത്യേകതയില്ല, 700 എന്നുള്ള സംഖ്യയ്ക്കും പ്രത്യേകതയില്ല. അത് ജഡം ചത്തവനാണെങ്കിൽ അവന് 7 വട്ടം ക്ഷമിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഇനി ചിന്തിച്ചാൽ മതി, ഒന്ന് പറഞ്ഞ രണ്ടാമത് നമ്മൾ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ നമുക്ക് അല്ലെ 3 പ്രാവശ്യം പറഞ്ഞു 4 പ്രാവശ്യം പറഞ്ഞിട്ടും 7 വട്ടത്തേക്ക് ഒന്ന് എത്തിച്ചു നോക്കിക്കേ, നീ മൈൻഡ് ചെയ്തില്ല, നീ ആ വിഷയമൊന്നും തീർത്തില്ല. ആന്റി 2 വിഷയം അല്ലെ 3 വിഷയം 5 വിഷയം ആരോട് ചെയ്തുകൊണ്ടിരിക്കുക? നമ്മളോട് അവൻ ചെയ്തുകൊണ്ടിരിക്കുക. 7 വട്ടവും ചെയ്തപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? ക്ഷമിച്ചു. പിന്നെ 10 പ്രാവശ്യം ചെയ്ത് ആദ്യം ക്ഷമിക്കാതിരിക്കുമോ? അതിനർത്ഥം എന്നാ? എന്റെ ജഡം ചാക്കുന്നേ, ഇനി നീ എന്നാ ചെയ്താലും ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല, ഐ ഡോണ്ട് കെയർ. എന്തൊരു സിമ്പിൾ ലൈഫ് അല്ലേ? നിന്റെ അച്ഛൻ പറയുന്ന ഒന്നും എന്താ കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ടാണ് പാസ്റ്റർ ചെയ്തേ. ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ ഇനി ഒന്നും തിന്നാ കേൾക്കണ്ട, എല്ലാം കേൾക്കാത്ത 70 കഴിഞ്ഞ് നമ്മുടെ ലെവൽ പോയിരിക്കണം. അങ്ങനല്ല കേട്ടോ. ക്ഷമിക്കുന്നതിന്റെ അളവിന് അവന്റെ മരണത്തോളം വിലയുണ്ട്. നോ ലിമിറ്റേഷൻ. ഒരു പരിധിയില്ലാത്ത സംഗതിയാണ്. ആ രക്തം വാർന്ന് അവന്റെ പണ്ടൊക്കെ കുന്തമെടുത്ത് കുത്തുമ്പോ ആ രക്തവും വെള്ളവും കൂടെ പോയി യേശുവിന്റെ പള്ളക്ക് കുത്തിയപ്പോ അവിടെ ക്ഷമിക്കുന്നു. 3 ആണിയെ തൂങ്ങി കിടക്കുന്നവന്റെ വേദന അറിയാമോ? എന്ത് നിസ്സാരവൽക്കരിച്ചാ പറയുന്നത്? അവന്റെ തലയിൽ മുൾക്കിരീടം അണിഞ്ഞു. എന്ത് നിസ്സാരമായിട്ടാ പറയുന്നത്? ആ മുൾക്കിരീടം അഴിച്ചപ്പോ അതിന്റെ മുള്ളു കുത്തി അവന്റെ കണ്ണ് പുറത്തേക്ക് വന്നെന്നാ പറയുന്നത്. ക്ഷമിച്ചില്ലേ? അവന്റെ മുഖത്തെ കർണത്ത് അടിച്ചപ്പോഴും അവൻ ക്ഷമിച്ചില്ലേ? ആരാണ് നിന്നെ അടിച്ചെന്ന് പറയാൻ പറഞ്ഞപ്പോഴും അവൻ ക്ഷമിച്ചില്ലേ? അവന്റെ മുഖത്ത് തുപ്പിയപ്പോഴും അവൻ ക്ഷമിച്ചില്ലേ? എടാ, ക്ഷമിക്കാൻ പഠിപ്പിച്ച കർത്താവ് നമ്മളോട് പറയുകയാ, നീ എന്നെ പോലെ ആകണം. നീ ക്ഷമിക്കണം. ക്ഷമിക്കാണ് എന്തില്ല, ദൈവം നമ്മളോട് ക്ഷമിക്കില്ല. ഇത്രയും വില കൊടുത്ത ദൈവം നമ്മൾ ക്ഷമിക്കാതെ എന്ന് ദൈവത്തോട് ഒരു എക്സ്ക്യൂസ് പറഞ്ഞപ്പോൾ ദൈവം ക്ഷമിച്ചെങ്കിൽ ദൈവം ചെയ്ത പ്രവൃത്തി എന്തായി?
അതിനെന്തെങ്കിലും വിലയുണ്ടോ? ദൈവം പറയാ, അതുകൊണ്ടാ പറഞ്ഞേ, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചില്ല, ഞാൻ ക്ഷമിക്കുന്നില്ലെന്നേ. നിങ്ങളുടെ മേലെ കിടക്കും. വലിയ ആഴങ്ങളുണ്ട്. ആമേൻ. മത്തായി സുവിശേഷം മാത്രം വായിച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാം. 35-ാം വാക്യം കൂടെ വായിച്ചു. ആ വാക്യത്തിനകത്ത് നിങ്ങളെ ഹിറ്റ് ചെയ്തൊരു വാക്ക് പറയാമോ? നിങ്ങളുടെ ഹൃദയത്തോട് തൊട്ട ഒരു വാക്ക് പറയാമോ? എന്നോട് വായിച്ച വാക്യം. നിങ്ങൾ ഓരോരുത്തൻ അല്ലേ? ഞാൻ ക്ഷമിക്കാം, പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് ഇന്നാളിൽ എന്നോട് ചെയ്തില്ലേ, അതിപ്പോഴും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പുറത്തോട്ട് വിട്ടിട്ടില്ലെന്ന് മാത്രമേ ഇന്നാൾ ചെയ്തു. നമ്മളത് ആണുങ്ങൾ എന്ത് ചെയ്തു? ഇന്നാളല്ല, ഇന്നലെ ചെയ്ത ബ്രസീലിനോട് പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ഈ പൊട്ടനച്ചയ്ക്ക് എന്നോട് പറയുന്നത്, ഈ പൊട്ടനച്ചയ്ക്ക് ഇന്നലത്തെ കാര്യം പോലും അതിന് ഞാൻ പ്രാർത്ഥന മേടിച്ചായിരുന്നു. ഞാൻ കർത്താവിനോട് എനിക്ക് ബാധ്യത വന്ന സമയത്ത് ഞാനിങ്ങനെ മുട്ടയിൽ ഇരുന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഒരു രാത്രി പോലും ഉറങ്ങാതിരിക്കാൻ എന്നെ ഇടയാക്കരുത്, എനിക്ക് മറവി തരണം. ഹലോ, എനിക്ക് ഈ ഉറങ്ങാൻ പറ്റാത്തതിന്റെ കാര്യം എന്താ അറിയോ? മറവിയില്ലാത്തോണ്ട്. ഹലോ അല്ലേ? മറക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊത്തം ഓർമ്മയാണ്. ഓർത്തോർത്തോർത്തോർത്തോ ഉള്ള ഉറക്കം കൂടെ എന്ത് ചെയ്തു? നല്ല സ്വപ്നം കാണേണ്ട സമയം, അന്നേരം നമ്മൾ ചെയ്തോണ്ടിരിക്കുക, ഓർത്തോർത്തിരിക്കുക. നിങ്ങളൊന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവേ, മറക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കും. നമ്മളൊന്ന് നമ്മുടെ വിഷയം ദൈവസന്നിധി വെച്ചിട്ടൊന്ന് പറഞ്ഞേ, വിജി എന്ന് പറയണം, കർത്താവേ, ഞങ്ങളുടെ കടഭാരങ്ങളൊന്നും ഞങ്ങൾക്ക് എന്താവരുത്, ഭാരമാകരുത്, മറക്കാനുള്ള പ്രവൃത്തി. ഞങ്ങളോട് കർത്താവെ കടക്കാർ കടൽ ചോദിച്ച് വീട്ടിൽ എന്ത് ചെയ്തത്? ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഒരാൾക്ക് 4000 രൂപ കൊടുക്കാനുണ്ട്, കടയുള്ള സമയത്താണ്. ഈ പുള്ളിക്കാരന് 4000 രൂപ കൊടുക്കാനുള്ളൂ. അത് നമ്മൾ കട നിർത്തിയ സമയത്ത് വീട്ടിലോട്ട് സാധനം ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കടയില്ലാത്തതുകൊണ്ട് പുള്ളി അടുത്തുള്ള കടയിൽ ചോദിച്ചു വീട് എവിടെയാണ്, ഇപ്പോൾ വീട് എവിടെയാന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഈ 10 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് എൻ്റെ മുമ്പിൽ ഒരു കടക്കാരൻ വന്നിട്ട് 4000 രൂപ ചോദിക്കുന്നു. എനിക്കത് ഭയങ്കര ഒരു ഫീലായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞാണല്ലോ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ആര് കയറരുത്. പിന്നെ അവൻ ഉറക്കം കൊടുക്കുമോ? നമ്മളെന്ത് ഇതൊന്നും ചെയ്യാറില്ല, പ്രാർത്ഥിക്കാറുമില്ല, ദൈവത്തോട് പറയാറില്ല. പിറ്റേ ദിവസം രാവിലെ എന്നെ പുള്ളി വിളിച്ചു, ബ്രദറെ സോറി, 4000 രൂപ അത്യാവശ്യമുള്ളതുകൊണ്ട് വന്നല്ല, അതിലെ വന്നപ്പോൾ ഒന്ന് അയ്യോ എന്നോടൊന്നും ദൈവത്തോടും. കാരണം എന്താ? നമ്മുടെ വേലി നമ്മൾ കെട്ടി വെച്ചിരിക്കുക, ഒരുത്തനകത്ത് കയറത്തില്ല. അനുഭവത്തിൽ നിന്നാ പറയുന്നത്. നീ നിന്റെ വേലി കെട്ടി വെച്ചാൽ നിന്റെ വീടിന്റെ പരിയമ്പറത്തിനകത്തിരിക്കുന്ന സകല ഫലവൃക്ഷങ്ങളുടെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ഇയ്യോബ് ചുറ്റും വേലി കെട്ടിയിരിക്കുക. ഞാൻ ഇവിടെ നിർത്തുകയാണ്, സമയമായി. ഇതിനെ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. കേട്ട വചനപ്രകാരം ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ കടങ്ങളും നമ്മുടെ പാപങ്ങളും ദൈവം ക്ഷമിച്ചില്ലായെങ്കിൽ നമുക്ക് നിത്യതയിൽ കടന്നു പോകുവാൻ കഴിയത്തില്ല. കേട്ടോ, ഒരു നിമിഷം എന്തെങ്കിലും അടച്ചാട്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ആ സംഘത്തോടെ കരങ്ങളെ വെച്ചുകൊണ്ട് ആ ഉയരത്തിലെ ക്രൂശിലേക്ക് ഒന്ന് നമ്മുടെ കണ്ണുയർത്തുകയും, കർത്താവേ എൻ്റെ അറിവ് കേട്ടില്ല, എൻ്റെ കർത്താവേ കോപം കൊണ്ട്, എൻ്റെ ദേഷ്യം കൊണ്ട്, എൻ്റെ സങ്കടം കൊണ്ട് പലപ്പോഴും പലരും കർത്താവ് എനിക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്ന കർത്താവേ, അതിനോട് ക്ഷമിക്കണം. കർത്താവേ, ഞാൻ ആരോടെങ്കിലും നിരപ്പ് പ്രാപിക്കുവാനുണ്ടെങ്കിൽ കർത്താവേ, വരും ദിവസങ്ങളിൽ കർത്താവേ അടിയെ ഓർപ്പിച്ച് ആ വിഷയങ്ങളുടെ പേര് നിരപ്പ് പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് അടിയെ സഹായിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. നമ്മളെ അലക്ഷ്യ നിർത്തുന്ന ദൈവത്തിൽ നിന്ന് അലച്ചുന്ന യാതൊരു പ്രവൃത്തികളും ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടവരാതെ ദൈവം നമ്മളെ പരിപാലിക്കട്ടെ.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.